എക്സ്പ്രസ് മലയാളത്തിൻ്റെ വർത്തമാനം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. ഗണേഷ് കുമാർ LDFിലും UDFിലും മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്? രണ്ടും മന്ത്രിയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവർത്തിച്ചതെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ LDFിലാണ് നിൽക്കുന്നത്. UDFിലും ഞാൻ ശ്രീ AK ആന്റണിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിയായിരുന്നുണ്ട്. അപ്പോൾ ഒരു മന്ത്രി എന്നുള്ളതിൽ എല്ലാ സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു. ഇടപെടലുകളൊന്നും ആവശ്യമില്ലാത്ത ഇടപെടലുകൾ. നമ്മളൊരു മിനിസ്റ്റർ, ഞാനൊരു തുടക്കക്കാരനായിരുന്നു, ഒരു സിനിമാ നടനായിരുന്നു. പക്ഷേ എങ്കിലും എനിക്കൊരു മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ LDFിൽ നിൽക്കുമ്പോഴും ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അദ്ദേഹം നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഞാൻ എല്ലാ കാര്യവും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. ആന്റണി സാറിനോടും ചോദിക്കുമായിരുന്നു, അദ്ദേഹത്തോടും. കാരണം നമുക്ക് അവരോടുള്ള പരിചയ സമ്പത്തില്ല. അപ്പോൾ അവരുടെ രാഷ്ട്രീയ പരിചയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അതങ്ങ് ചെയ്താൽ മതി, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യൂ, നമുക്ക് പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അത്രയൊരു ധൈര്യം ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടെയും നമ്മളൊരു കാര്യം നല്ല റിസൾട്ട് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. രണ്ട് മുഖ്യമന്ത്രിമാരും ഇക്കാര്യത്തിൽ വളരെ നല്ല സമീപനമാണ് എന്നോടുണ്ടായിട്ടുള്ളത്. ഗണേഷ് കുമാറിൻ്റെ ഫാദർ KSRTC മിനിസ്റ്റർ ആയിരുന്നു. അപ്പോഴത്തെ KSRTCയെയും ഇപ്പോഴത്തെ KSRTCയെയും തമ്മിൽ താരതമ്യം ചെയ്യുവാണ് എന്താ തോന്നുന്നത്? ഇപ്പോൾ KSRTC അന്നത്തെ കണ്ടീഷനല്ല. എൻ്റെ അച്ഛൻ മന്ത്രിയായതിനു ശേഷം ഞാൻ മന്ത്രിയായി, അദ്ദേഹം വീണ്ടും മന്ത്രിയായി. അന്നത്തേനേക്കാളൊക്കെ വളരെ അപകടകരമായ സാഹചര്യമാണ് ഇന്ന് KSRTC ഉള്ളത്. ഓരോ ദൈനംദിനം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് നീങ്ങി വന്നെത്തി നിൽക്കുന്നൊരു സ്ഥലമാണിത്. കാരണം നമുക്ക് സ്വന്തമായി ശമ്പളം കൊടുക്കാൻ പറ്റാതായി, നമുക്ക് സ്വന്തമായി പെൻഷൻ കൊടുക്കാൻ പറ്റാതെയായി, നമുക്ക് വണ്ടി പുതിയതായി സ്വന്തമായി വാങ്ങാൻ കഴിയാതെയായി. ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് 2001 ഞാൻ ആദ്യ മന്ത്രിയാകുമ്പോൾ അന്ന് ശമ്പളം കൊടുത്തിരുന്നത് KSRTC തന്നെയാണ്, പെൻഷൻ കൊടുത്തിരുന്ന KSRTC തന്നെയാണ്. ആയിരുന്നു KSRTC തന്നെയാണ് കൊടുക്കുന്നത്. അന്ന് പെൻഷനും ശമ്പളം കൊടുക്കുന്ന KSRTC ആണ്. അപ്പോൾ വാഹനങ്ങൾ വാങ്ങാൻ വായ്പ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട്. ഇപ്പം അതെല്ലാം പോയി. കാരണം അന്ന് ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്ത് വാഹനങ്ങൾ വാങ്ങിയിരുന്നു. ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിരുന്നു. അങ്ങനെ ഒരുപാട്, പാലക്കാട് നിന്ന് എടുത്തിരുന്നു. അങ്ങനെ ഒരുപാട് കടമൊന്നുണ്ടായിരുന്നു. ഇന്ന് ആ കടം അതൊക്കെ വർദ്ധിച്ചെങ്കിലും വണ്ടി വാങ്ങാൻ കടം വാങ്ങിച്ചിട്ടില്ലെങ്കിലും മറ്റ് ബാധ്യതകൾ വളരെ വളരെ വലുതാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ബാധ്യതകളാണ്. അച്ഛൻ്റെ കാലത്തും KSRTCയിൽ ഒത്തിരി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സമരത്തിൻ്റെ ഒരു പ്രതീതിയോ അല്ലെങ്കിൽ സമരത്തിൻ്റെ ഒരു ഭീഷണിയോ കേൾക്കുന്നില്ല. അതെങ്ങനെയാണ് അതിനെ ഒന്ന്? അതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, KSRTCയിലെ ജീവനക്കാർ, ഇപ്പോൾ സംഘടനകൾ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്താലും ജീവനക്കാർ അതിന് പോകാൻ തയ്യാറല്ല. കാരണം ഇതിൻ്റെ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് ഒരു പരിധിവരെ നല്ലൊരു ശതമാനം ജീവനക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ സമരം ചെയ്യുകയും നമ്മൾ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വഴിയാധാരമായി പോകുമെന്നൊരു തോന്നൽ KSRTC ജീവനക്കാരിൽ ഒരു കാലത്തിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ സമരങ്ങൾ നമ്മൾ പേടിപ്പിക്കാതെ സമരം ചെയ്തുകളെയും നിർത്തിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് KSRTC ആണ്. 2001 ഇതുപോലൊരു വലിയ സമരം നടന്നു. പൊതുവായി കേരളത്തിൽ സമരം നടക്കുമ്പോഴും KSRTC ജീവനക്കാർ അതിൽ നിന്ന് വിട്ടുനിന്നു. കാരണം അവർക്ക് മനസ്സിലായി, അന്നും അവർ മനസ്സിലായി തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ വണ്ടി ഓടിയില്ലെങ്കിൽ, നമുക്ക് കളക്ഷൻ വന്നില്ലെങ്കിൽ നമുക്ക് ശമ്പളമില്ല. ഈ അപകടം 2001 2011 ഞാൻ വനം മന്ത്രിയായി. അന്ന് 2001 പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പൊതുസമരങ്ങൾ, അത് കഴിഞ്ഞ് വണ്ടി നശിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായത്, വണ്ടി എറിഞ്ഞ് പൊട്ടിക്കുക. അതെല്ലാം 2001 പ്രതിപക്ഷ സഹകരണത്തോടെ, അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയാണെന്ന് CPMൻ്റെ പാർട്ടി സെക്രട്ടറി കോടിയേരി സഖാവായിരുന്നു അന്ന് പ്രതിപക്ഷ ഉപനേതാവ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇടപെടലുണ്ടായി. ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വണ്ടികൾ, സമരത്തിൻ്റെ ഭാഗമായി വണ്ടികൾ തകർക്കില്ല എന്നൊരു തീരുമാനം എടുത്തു. അതിനുശേഷം ഒരു കലാപം പോലൊരു സംഭവം ഇവിടെ നടന്ന സമയത്താണ് ഈ ഒരു വണ്ടികൾ തകർത്ത്. അതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട്. നമുക്ക് നഷ്ടപരിഹാരം KSRTC അനുകൂലമായി വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംസ്കാരം മാറി, ബസ് നശിപ്പിക്കുന്ന ഒരു സംസ്കാരം മാറി. പക്ഷേ എങ്കിലും നമ്മളെ ഈ ഒരു കെടുകാര്യസ്ഥത ഉണ്ട്. കാരണം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കുക, പല താല്പര്യങ്ങളാണ്. പ്രധാനമായും ഇതിനകത്തുള്ള ജോലി ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയുടെ ഭാഗമായി ചില വണ്ടികൾ ഓടിക്കുക. അപ്പം നമുക്ക് ജോലി കുറവുള്ള വണ്ടി ഓടിച്ചാൽ സൗകര്യമാണല്ലോ. പക്ഷേ ഈ ജോലി കുറവുള്ള വണ്ടി നമുക്ക് വലിയ നഷ്ടം തരും. അങ്ങനെയാണ് നശിച്ചത്. അല്ലാതെ താങ്കളുടെ സമീപനം കുറച്ച് വ്യത്യസ്തമായതുകൊണ്ട് എന്തെങ്കിലും ഫ്രീഡം കൊടുക്കുന്ന ആളാണ്. ഞാൻ വളരെ ഫ്രീഡം കൊടുക്കും. മാത്രമല്ല അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി അവർക്കൊരു നീതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ ഒരു MLA എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയമോ ജാതിയോ മതമോ പരിഗണിക്കാതെ നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ്. ആ
അത് ലഭ്യമാക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നം കഴിഞ്ഞു. അവർക്ക് പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാറില്ല. ജീവനക്കാർക്ക് താങ്ങാൻ പറ്റുന്നതും അവർ ചെയ്യേണ്ടമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മദ്യവെച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു, പരിശോധിക്കുക. അതിനോട് അവർ സഹകരിക്കുകയാണ്. കാരണം അത് പാടില്ലാത്തൊരു കാര്യമാണെന്ന് അവർക്കും ബോധ്യമുണ്ട്, പൊതുസമൂഹത്തിനും ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ലാത്ത കാര്യമാണെന്ന് അവർ അംഗീകരിക്കുകയും അതിനോട് പൊരുത്തപ്പെടും. അതൊരു വേണമെങ്കിൽ പണ്ടാണെങ്കിൽ അതിനും സമരം ചെയ്യാം. പക്ഷേ ഒരു ട്രേഡ് യൂണിയനും അത്തരത്തിൽ മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, അവർ പറയാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി പറഞ്ഞു. ഇത് അദ്ദേഹം ഒരു കാഡർ പാർട്ടിയുടെ അൺലൈക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു കാഡർ പാർട്ടിയുടെ നേതാവാണ്, അതിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഈ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അല്ലെ മുഖ്യമന്ത്രിയായിട്ടുള്ള താങ്കളുടെ ഇക്വേഷൻസ് പറഞ്ഞു എല്ലാം ചർച്ച ചെയ്യുമെന്ന്, അല്ലാതെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്? അല്ല, ഞാനൊരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ CPM-ൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന ആളാണ്. ഒരു അച്ചടക്കം ഒരു പാർട്ടിയിലെന്നല്ല, എല്ലാ സ്ഥലത്തും വേണം. ഒരു ഓഫീസിലാണെങ്കിലും ഒരു സ്കൂളിലാണെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിലും അത് വേണം. എൻ്റെ പാർട്ടിയെ ഞാൻ അത്തരത്തിൽ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ പാർട്ടി കേരളത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ പരിശോധിച്ചാൽ മുഴുവൻ അംഗങ്ങളുടെയും ഡേറ്റ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളൊരാളെ മെമ്പറാക്കുമ്പോൾ വിത്ത് ഫോട്ടോ ആണ്. ഫോട്ടോയും ഫോൺ നമ്പരും വെച്ചിട്ടാണ്, ആധാറും കൂടി നോക്കിയിട്ടാണ് നമ്മളൊരാളെ, അല്ല ഇല്ലാത്ത ആളിന് പേരിൽ മെമ്പർഷിപ്പ് എഴുതാറില്ല. ഞങ്ങൾക്ക് എത്ര പാർട്ടിയിൽ എത്ര, ഇപ്പം പലരും പറയും ബാലകൃഷ്ണപിള്ള നയിച്ച പാർട്ടി മകനുണ്ട് അച്ഛനുണ്ട്, അങ്ങനെയല്ല. ഇപ്പം ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഒരു ഡെമോക്രസിയുടെ രീതി അനുസരിച്ച് എനിക്കിപ്പോൾ ഒരു വാർഡ് തലത്തിലൊരു ഇലക്ഷൻ നടത്തണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്താൽ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന പോലത്തെ ഒരു പ്രിൻ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നും ഏതൊക്കെ ഭാഗത്തുണ്ടെങ്കിൽ എവിടെയാണ് ദൗർബല്യമുള്ളതെന്നും എവിടെയാണ് സ്ട്രെങ്ത് കൂടുതലുള്ളതെന്നൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു സമയം. അപ്പോൾ അച്ചടക്കം വളരെ നിർബന്ധമാണ്. പരസ്പരം ഗ്രൂപ്പ് കളികളും, ചെറിയ പാർട്ടിയാണ്, അതിനകത്തൊരു ഗ്രൂപ്പ് കളിയും ക്രമക്കേടുകളൊന്നും ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് എനിക്കിതിനോട് പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടില്ല. CPM-ൻ്റെ ആ ഒരു സമീപനം എല്ലാ പാർട്ടികൾക്കും വേണമെന്ന് വിശ്വസിക്കുന്നതാണ്. ഒരു രാജ്യം അച്ചടക്കത്തോടെ നീങ്ങണമെങ്കിൽ ആ രാജ്യം നയിക്കുന്നവരും അച്ചടക്കമുള്ളവരായിരിക്കും. അല്ല അദ്ദേഹം, പക്ഷെ അത് പറയുമ്പോൾ ഒരു CPM-ഉം താങ്കളുടെ പാർട്ടിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതായത് ഒരു ഇപ്പോൾ BJP-യുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു കുടുംബ വാഴ്ച പാർട്ടിയാണ് താങ്കളുടേത്. അപ്പോൾ അതിനകത്ത് എളുപ്പമായിരിക്കില്ലേ ഇത് ഇങ്ങനെ കൺട്രോൾ? കുടുംബ വാഴ്ചയിൽ ഇപ്പം ഞാൻ മാത്രമല്ല പാർട്ടിയുള്ളൂ, എൻ്റെ അച്ഛൻ മരിച്ചു, ഞാൻ മാത്രമേ ഉള്ളൂ പാർട്ടിയിൽ, എൻ്റെ കുടുംബക്കാരും ഇല്ല. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും എല്ലാവരും ദളിതരും ഒക്കെ ചേർന്ന് നയിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. മറ്റ് കേരള കോൺഗ്രസുകളെ പോലല്ല, മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് B. അതിൽ പ്രവർത്തിക്കുന്നവർ വലിയ മാസിച്ച് പാർട്ടിക്കുള്ള അത്രയും ആളൊന്നും നമുക്കില്ല. CPM-നോ അത്രയും കോൺഗ്രസിനൊന്നുമില്ല. ഇനി നമ്മൾ ചെറിയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ പരസ്പരം സ്നേഹത്തോടെയും നല്ല നിലയിലും പോകണം. ഞാൻ ഈ തൊഴിലാളികളോട് കാണിക്കുന്ന അതേ സമീപനം തന്നെയാണ്. പരസ്പരം കലഹിക്കാനും പിന്നെ ഈ അനധികൃതമായ പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ പാർട്ടിയിലില്ല. കാരണം അവരങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇവരാരും മന്ത്രി ആയതുകൊണ്ട് വന്നവരുമല്ല. ഞാൻ മന്ത്രി ആയതിനു ശേഷം പാർട്ടിയിലേക്ക് പുതുതായി മെമ്പർമാരെ എടുത്തിട്ടില്ല. അതിനകത്തൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വന്നവരെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും, അതുകൊണ്ട് ഈ ഭരണം കിട്ടുമ്പോൾ കുറേ ആൾ വന്നു കയറുന്നൊരു പരിപാടിയുണ്ട്. ഇത് മുമ്പും കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നും നേരിട്ടും അല്ലാതെയും ഒക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ അധികാരം വരുമ്പോൾ കുറേ ആളുകൾ നമ്മളെ ചുറ്റും കൂടും, അത് കഴിയുമ്പോൾ അവരെ കാണത്തില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ഈ ഓഫീസിൽ കാണാൻ പറ്റില്ല. ഞാനങ്ങനെ പാർട്ടിക്കാർക്ക് വരാം, എന്നെ കാണാം എന്നുള്ളതല്ലാതെ അധികാരം പാർട്ടിക്കാരോട് കയറിയിട്ട് എല്ലാ ഓഫീസും കയറി ഭരിക്കാൻ അതൊന്നും ചെയ്യില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് താങ്കൾ ഇത് ഏറ്റെടുത്തു. ഇനിയും താങ്കളുടെ മക്കള് ഈ പാർട്ടിയിൽ ഉണ്ടാവുമോ? അതെയോ അവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല? അവർക്കൊന്നും. അവർക്ക് അവരെ ജോലി ചെയ്ത് പഠിച്ച് നന്നായി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർ ആ വഴിക്ക് പോട്ടെ. എനിക്ക് ശേഷം ഈ പാർട്ടി എടുത്ത് നടത്താൻ ആളുകളുണ്ട്. അതിനകത്തൊരു യുവ നേതൃത്വത്തെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരു 2ാം നിര 3ാം നിര അങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്നാണ്. ഇത് നിലനിൽക്കണം എന്നുള്ളതാണ്, നശിപ്പിക്കുക എന്നുള്ളതല്ല. എനിക്ക് ശേഷം പ്രളയമല്ല. KSRTC ഇപ്പോൾ ബാക്ക് ടു യുവർ മിനിസ്ട്രി, KSRTC പഴയ പോലെയല്ല, കുറേയേറെ ഡൈവേഴ്സിഫൈ ചെയ്തു. കൊറിയർ സർവീസ് തുടങ്ങി, ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യത്തിനെപ്പറ്റി ഇത് ചെയ്തു. പക്ഷേ എന്നിട്ടും ഈ ഒരു പ്രസ്ഥാനം ഇപ്പോഴും നഷ്ടത്തിലാണല്ലോ, അതെന്തുകൊണ്ടാണ്? ഇത് ഒരു സൈഡിൽ കൂടെ വരുമാനം ഉണ്ടാകുമ്പോൾ മറുവശത്തൂടെ ചോർച്ചയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, വണ്ടികൾ അനാവശ്യമായി ഓടുന്നത് നിയന്ത്രിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. കാരണം ഇതൊരു സർവീസ് കൂടി ആയതുകൊണ്ടും ഗവൺമെൻറ് ഇതിനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും, പ്രത്യേകിച്ച് ആദിവാസി മേഖലകൾ, മലയോര മേഖലകൾ, കർഷക തൊഴിലാളികൾ താമസിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ലാഭം നോക്കാതെ വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരും. പണ്ട് എയർ ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്, അങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ അത് പോവുക എന്ന് പറയുന്നത് അതുകൊണ്ടൊന്നും നഷ്ടം സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വന്നിട്ട് ഒരുപാട് വണ്ടിയുടെ മൈലേജ് കിലോമീറ്റർ കട്ട് ചെയ്തതാണ്. പക്ഷേ ഇത്തരം അങ്ങനെ കുട്ടികളുടെ കുട്ടികളുടെ കൺസെഷനൊക്കെ തന്നെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പോവുകയായിരുന്നു. ഇപ്പോൾ ആ കൺസെഷൻ ആപ്പിലൂടെ ആയപ്പോൾ എത്ര കുട്ടികൾ അപേക്ഷിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ അതിന്
യോഗ്യരാണ്, എത്ര കുട്ടികൾ പണമടച്ച് അത് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ കറക്റ്റായ കണക്കുണ്ട്. ഒന്നാമത്തെ കാര്യം കണക്കില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ നമ്മൾ വീട്ടിൽ പറയാം, ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരോട് കഴിക്കാൻ വരുന്നത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നതിന് നമുക്കൊരു ലിമിറ്റുണ്ട്. 5 പേര് കാണുമെന്ന് പ്രതീക്ഷിച്ച് ഉണ്ടാക്കുന്നു, വന്നപ്പം 15 പേരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, തികയില്ല. അതിൽ 10 പേരെങ്കിലും കാണും എന്ന് വിചാരിച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചു, വന്നപ്പോൾ 3 പേരേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഇത് കണക്കില്ലാതെ അങ്ങ് കൈകാര്യം ചെയ്യാണ്. ഇപ്പം കണക്കുകൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ കണക്കുകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നഷ്ടം വരുന്നത് കുറയ്ക്കാൻ കഴിയും. അൺനെസസറി ആയിട്ട് ഞാൻ ഉദാഹരണം പറയുന്നത്, നമുക്ക് 450 ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഓക്കെ. ഈ 450 ഡ്രൈവറെ ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ 480 ഡ്രൈവർമാർ വണ്ടി ഓടിക്കാൻ പോകാതെ മറ്റ് ജോലികൾ ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ. വണ്ടി ഓടിക്കാതെ പോകാതെ മറ്റിടത്ത് ചില സംഭവങ്ങൾ ഇരിക്കില്ല. അവർക്ക് പകരം നമ്മൾ വെളിയിൽ നിന്ന് ഈ 450 ഇപ്പോൾ എത്ര ഡ്രൈവറെ ഷോർട്ടേജ് ഉണ്ട്? ശരി, 450 ഡ്രൈവറുണ്ട്. ശരി, എംപാനൽ വെളിയിൽ നിന്ന് ആളെ എടുക്കാം. 800 രൂപ ശമ്പളം കൊടുത്ത് ദിവസം കൊടുത്ത് ഇവരെടുക്കുകയാണ്. സാധാരണ ചെയ്യുന്ന അങ്ങനെ എടുക്കുമ്പോൾ വേറെ 450 പേര് ഒരു പണിയെടുക്കാതെ ഈ ഡ്രൈവർ കാറ്റഗറി തന്നെ ഉണ്ട്. അങ്ങനെ കണ്ടക്ടർമാർ പേറോളിലുള്ളവരുള്ളപ്പോൾ വെളിയിൽ നിന്ന് ആളെ എടുക്കുമ്പോൾ 9,40,00,000 രൂപയാണ് KSRTC ഒരു മാസം ടെമ്പററി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഞാൻ ഈയിടെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യമില്ലാതെ പെയ്ഡ് അപ്രൻറ്റീസ് അങ്ങനെ പോസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഈ അടുത്ത സമയത്താണ് അറിയുന്നത്. വെറുതെ ശമ്പളം കൊടുക്കുക, ഇവരാരും ഒരു ജോലിയും ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റി, ഒരു ഡ്രൈവറാണ്, അദ്ദേഹത്തിൻ്റെ കാലിനൊരു പരിക്ക് പറ്റി, അദ്ദേഹം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതർ ഡ്യൂട്ടി കൊടുക്കും, ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറയും. ആ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുന്ന ആൾ പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നും ഇല്ല, ശമ്പളം വാങ്ങിക്കുക. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലത്തിരുന്നിട്ട് ഒരു ക്യാമറ വെച്ച് കൊടുക്കാം, സെക്യൂരിറ്റി ചെയ്യുന്ന ജോലിയാണ്. ആ ക്യാമറയെ നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിരിക്കാമല്ലോ ഈ കസേരയിൽ, എന്നിട്ട് ശമ്പളം വാങ്ങിക്കും. അത് ചെയ്യുന്നില്ല. അവരവിടെയൊക്കെ കറങ്ങി കിടക്കുന്നു. നല്ല ആരോഗ്യവാന്മാരായ കണ്ടക്ടർ റിസർവേഷനിലിരിക്കുക. ഇതൊക്കെ എക്സാമ്പിളുകളാണ്, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി ബസ് ഡിപ്പോയിൽ 2-3 പേര് റിസർവേഷനിലിരിക്കുകയാണ്, വണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ KSRTCക്ക് ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ട്. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ റിസർവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരിയിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ 73 ടിക്കറ്റുകളാണ് ഇവർ ഈ 1-2-3 പേര് ഇരുന്നിട്ട് റിസർവേഷൻ ടിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ 71 ടിക്കറ്റ് ഒരു ദിവസം കൊടുത്തില്ലേന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു മാസമാണ് 71 ടിക്കറ്റ് കൊടുത്തത്. 3 പേര് കൂടി 3 പേര് 3 ഡ്യൂട്ടിയിലായിട്ട് എല്ലാ ദിവസവും 26 ദിവസം ഇരിക്കുകയാണ്. ഈ 26 ദിവസത്തിൽ കൊടുത്തിരിക്കുന്ന ടിക്കറ്റിൻ്റെ എണ്ണം 73. അത് നിർത്തണോ വേണ്ടയോ? അത് നിർത്തി. 500-ൽ താഴെ ടിക്കറ്റ് കൊടുക്കുന്ന എല്ലാം നിർത്തി. ഇപ്പോൾ പുതിയ ആപ്പ് വരെയാണ്, പുതിയ മെഷീൻ ലൈവായിട്ട് റിസർവ് ചെയ്യാം. ഇനി ഓൺലൈൻ റിസർവേഷനേ ഉണ്ടാവുള്ളൂ. കൗണ്ടറിൽ ഒന്നുള്ള റിസർവേഷൻ നമുക്ക് വലിയ നേട്ടമില്ല. അതുകൊണ്ട് ഓൺലൈൻ റിസർവ് ഇത് ചെയ്യുന്നത് ഒരു പരിഷ്കാരം. ഈ പരിഷ്കാരം നമുക്ക് ഒരുപാട് പണം. അപ്പോൾ ഈ 3 പേരാരാണ്? നല്ല ആരോഗ്യവാന്മാരായ കണ്ടക്ടർമാരാണ്. ഇവർ ബസ്സിൽ പോയാൽ നമുക്ക് അത്രയും കളക്ഷൻ കൊണ്ടുവരും. ബസ്സില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ആളില്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പകരം ഈ 3 കണ്ടക്ടർ പകരം 3 പേരെ വെളിയിൽ നിന്ന് എടുക്കും. അങ്ങനെ എടുക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ടെമ്പററി ജീവനക്കാരെ ഇനി എടുക്കരുതെന്നാണ്. നമുക്ക് ആവശ്യമുള്ളവരിവിടെ ഉണ്ട്, അധികമായിട്ടുണ്ട്. അവരെ ഉപയോഗിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരെ വിന്യസിക്കണം. അവരെ കൃത്യമായിട്ട് വിന്യസിച്ച് കഴിയുമ്പോൾ അത് കിട്ടും. അതുപോലെ വരുമാനം കിട്ടേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങൾ, നമ്മുടെ ബസ് സ്റ്റേഷനുകളുണ്ട്. 6ഓളം ബസ് സ്റ്റേഷനിൽ കേരള സംസ്ഥാനത്ത് നമ്പർ ഇട്ടിട്ടില്ല, പണി പൂർത്തിയായി കിടക്കുകയാണ്. ഈ 6ഓളം ബസ് സ്റ്റേഷനിൽ നമ്പർ ഇട്ട് കിട്ടിയാൽ എൻ്റെ ഒരു മനസ്സിലെ കണക്കനുസരിച്ച് ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് വെച്ച് പറഞ്ഞാൽ 2-2.5 കോടി രൂപ, 2 കോടിയിൽ താഴില്ല ഒരു മാസം KSRTC വാടക ഇനത്തിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും. പത്തനംതിട്ട ബസ് സ്റ്റേഷൻ ഉദാഹരണമാണ്. ഏതാണ്ട് 10-30 കടകൾ ഒഴിഞ്ഞിടമുണ്ട്, ഒരെണ്ണം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ കാര്യം? അത് നമ്പർ ഇട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? 8-9 വർഷം പോലുള്ള ഡിസൈനാണ്. അന്ന് കെട്ടിടം നിർമ്മിച്ചു തുടങ്ങുമ്പോൾ കൊടുത്ത പ്ലാൻ അനുസരിച്ച് അന്ന് STP പ്ലാന്റ് വേണ്ട, ഫയറിൽ വ്യത്യാസമാണ്. ഈ സമയത്ത് ഇത് പൂർത്തിയാക്കാത്തത് കൊണ്ട്, ഇത് കെടുകാര്യസ്ഥത കൊണ്ട് ഇങ്ങനെ നീണ്ടുപോയി. സമയത്തിന് പൂർത്തിയാക്കാത്തത് കൊണ്ട് അത്രയും വർഷങ്ങൾ പിന്നീടപ്പോൾ ഇന്നത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെല്ലാം മാറി. നമ്മൾ ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഫയറിൻ്റെ വേറെ മാനദണ്ഡമാണ്, മറ്റു മാനദണ്ഡങ്ങൾ വേറെ, അത് നമ്പർ ഇട്ടില്ല. ഇനി നമ്മൾ പണം ചിലവാക്കി ഈ പുതിയ മാനദണ്ഡത്തിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ അത് കിട്ടിയാൽ തന്നെ ഒരു പത്തനംതിട്ട ബസ് സ്റ്റേഷന് മാത്രം ഒരു 50-60 ലക്ഷം രൂപ വാടക കിട്ടുക ഒരു മാസം. ഇതൊന്നും എടുക്കുന്നില്ല. ഇതെല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ല. ഞാനിപ്പം മന്ത്രിയായതിനു ശേഷം നമ്പർ ഇടാത്ത ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യില്ല. വാശിയാണ്, ചെയ്യില്ല. അതാണ് ഇത് നമ്മൾ യൂസ്ലെസ് ആയിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നഷ്ടം ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നാഷണൽ വേ, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നല്ല എവിടെയും ഞാൻ കരുതുന്നത് ഒരു
നാഷണൽ വേസ്റ്റാണ്. പൊതു മുതൽ വേസ്റ്റാക്കലാണ്. അത് പാടില്ല. പല ആൾക്കാരും ഈ പ്രൈവറ്റ് ബസ്സുകളെ എപ്പോഴും ആശ്രയിക്കുന്നത് ബേസിക്കലി ലൈക്ക് ഇൻ്റർസിറ്റി ഒക്കെ ഇൻ്റർസ്റ്റേറ്റ് ഇതിലൊക്കെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ ഒരു കംഫർട്ട്, പിന്നെ കൂടുതൽ പിക്കപ്പ് പോയിൻറ്റ്സുകൾ, ഇതൊക്കെ കൊണ്ടാണ്. KSRTCക്ക് ഇപ്പം ഞാൻ ഈ നമ്മൾ ഈ തിരഞ്ഞെടുപ്പൊക്കെ കവർ ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ തെലങ്കാനയിലൊക്കെ നല്ല ഈവൻ AC ബസ്സുകൾ, ഈ വീഡിയോ ഫിലിം കാണിച്ചുകൊണ്ടുള്ള ബസ്സുകൾ, ബിക്കോസ് ഇറ്റ്സ് 100-120 കിലോമീറ്റേഴ്സ് ഒക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ KSRTC ഇങ്ങനെ ഇത്തരം വല്ല പ്ലാനുകളുമുണ്ട് കുറച്ചുകൂടി ആൾക്കാരെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ യാത്രക്കാർ കൂടുതലും KSRTCയെ ഒന്ന് ഓപ്ഷനായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള? അത് ഞാൻ പറയാം. ലിസ അതിനകത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകൾ നമ്മൾ ആശ്രയിക്കുന്ന അതിൻ്റെ കംഫർട്ട്, അതിൻ്റെ ടൈം, കൃത്യമായ ടൈം, പിന്നെ വഴി കിടക്കില്ല എന്നുള്ള വിശ്വാസം, ഇത് മൂന്നിലും നമ്മൾ പരാജയമായിരുന്നു. നമ്മളത് പരിഹരിക്കണം. ഇപ്പോൾ വഴി കിടക്കുന്ന പരിഹരിക്കണമെങ്കിൽ പഴഞ്ചൻ വണ്ടികളാണ്. പുതിയ വണ്ടി വാങ്ങാൻ പോവുകയാണ്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വണ്ടിയെ ഞാൻ വാങ്ങിക്കുള്ളൂ. എനിക്ക് സന്തോഷത്തോടെ 2001, 2002 കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായി മന്ത്രിയാകുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എയർ കണ്ടീഷൻ ചെയ്ത ഹൈ ക്വാളിറ്റിയുള്ള വോൾവോ ബസ് വാങ്ങിയ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. അതിനുശേഷം ആന്ധ്ര 300-400 വണ്ടി വാങ്ങിച്ചു. കർണാടക വാങ്ങിച്ചു. പക്ഷേ നമ്മൾ 5 നിന്ന് കിടന്ന് കറങ്ങി. നമ്മളൊരു 5 കിടന്ന് കറങ്ങി. അത് 24 കൊല്ലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് കറങ്ങിയാണ്. അപ്പോൾ നമ്മൾ അത്തരം വണ്ടികൾ, ഇപ്പോൾ ലൈലൻഡ് ഇന്ത്യയൊക്കെ പുതിയ വണ്ടികൾ വരുന്നുണ്ട്. ഹൈ ക്ലാസ്, അതായത് യാത്രക്കാർക്ക് അതിഗംഭീരമായ സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു എമിറേറ്റ്സ് പ്ലെയിനിൻ്റെ ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ യാത്ര ചെയ്യുന്ന കംഫർട്ട് കിട്ടുന്ന വണ്ടികളുണ്ടാകുന്നു. ആ വണ്ടികൾ KSRTC ഉടൻ വാങ്ങും. ഓണത്തിന് മുമ്പേ അത് റോഡിൽ കൊണ്ടുവരും. ഓണത്തിന് മുമ്പേ കൊണ്ടുവരും. ഈ ബാംഗ്ലൂർ പോലെ ട്രിപ്പുകൾ, നമ്മൾ അന്തർ സംസ്ഥാന ട്രിപ്പുകൾ പോകുമ്പോൾ നമുക്ക് നല്ല പൊട്ടൻഷ്യലുണ്ട്. നമ്മുടെ വണ്ടി കയറാൻ ആളുണ്ട്, സീറ്റ് തിറയത്തില്ല, പക്ഷേ ചൂഷണം. പ്രൈവറ്റ് ബസ്സുകാർ ആ സമയമാകുമ്പോൾ 4000 രൂപ, 2500, 3000 രൂപ ടിക്കറ്റ് സ്റ്റുഡൻസ് തന്നെ എത്രയോ ഇത് മുഴുവൻ തിരിച്ചു പിടിക്കും. എൻ്റെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഇൻഡർസ്റ്റേറ്റ് വിടുക. ഇപ്പം ഞാൻ ഈ നവകേരള ബസ്സിനെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട നവകേരള ബസ്സിനെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ഓടിപ്പോയാൽ സീറ്റിൻ്റെ എണ്ണം വെച്ച് മുതലാവില്ല. കർണാടകത്തിൽ നിന്ന് മൈസൂരിലേക്ക്, ബാംഗ്ലൂരിലേക്ക് വണ്ടി, അല്ല കോഴിക്കോട് നിന്ന് വിട്ടു വണ്ടി വലിയ ലാഭമാണ്. ഒരു ദിവസം EPKM 90-93 രൂപ, 85 രൂപ, 86 രൂപ നല്ല നിലയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നവകേരള ബസ് ഇന്ന് KSRTCയുടെ ലാഭകരമായി ഓടുന്ന ഒരു സർവീസാണ്. AC വണ്ടിയാണ്. അപ്പോൾ അതുപോലെ അത്തരം കണക്ഷനുകളെ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, വണ്ടി വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഓടിക്കാൻ പറ്റുന്ന റൂട്ടുകൾ, സമയങ്ങൾ, ഇത് മുഴുവൻ എനിക്ക് തരാൻ പറഞ്ഞിരിക്കുകയാണ്. ആ റൂട്ട് നോക്കിയിട്ടാണ് ഈ റൂട്ട് ഈ വണ്ടി എന്ന നിലയിലാണ് വണ്ടി വാങ്ങിക്കാൻ പോകുന്നത്. ഫീസിബിളാണ്. അവരാദ്യം എനിക്ക് തരും, ഈ റൂട്ടിൽ ഈ സമയത്ത് വണ്ടി ഓടിയാൽ നല്ലതാണ്, അത് നല്ല വണ്ടിയും കിട്ടു കൊടുക്കണം. ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടി ഏറ്റവും നല്ല വണ്ടിയാക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ ആകർഷിക്കും. ഇതിനെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഏറ്റവും കംഫർട്ടബിളുള്ള വണ്ടി കൊടുക്കും. ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയെ പറ്റി പറഞ്ഞല്ലോ, പത്തനംതിട്ടയിലെ അങ്ങനെ വേറെ പല സ്ഥലത്തും ഇല്ലേ പ്രോപ്പർട്ടികൾ? ഇപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം, എറണാകുളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ? അല്ല, എറണാകുളം നശിച്ച് കിടക്കുകയാണ്. അതിനൊന്ന് നവീകരിക്കാൻ, വെള്ളം കയറാത്ത വിധത്തിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടപടികൾ MLA ഫണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ MLA മാരും സംസാരിച്ചുകൊണ്ട് ഇപ്പം മൂവാറ്റുപുഴ, പിന്നെ മലപ്പുറം, ഇതെല്ലാം അവരെ ഫണ്ട് കൂടി ഉപയോഗിച്ച് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പൊളിച്ചു കഴിഞ്ഞു, അവിടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ പൊളിച്ചു കഴിഞ്ഞു. കായംകുളത്ത് ഗവൺമെൻറ് ഫണ്ട്, കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ നമ്മൾ പുതുക്കി പണിയാൻ, അത് പൊളിച്ചു കഴിഞ്ഞാൽ റോഡിൽ നിന്ന് റോഡ് കയറ്റി വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് പൊളിക്കുന്നില്ല, പൊളിക്കാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അകത്തോട്ട് നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഒരു 7-8 കോടി ചിലവഴിച്ച് അത് നവീകരിക്കുന്നുണ്ട്. പിന്നെ ആറ്റിങ്ങലൊരു ബസ് സ്റ്റേഷൻ വരുന്നുണ്ട്, കൊല്ലത്തൊരു ബസ് സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റേഷനുകൾ വരെയാണ്. ഇതിലെല്ലാം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലിയായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള AC വെയിറ്റിംഗ് ഏരിയ, ജീവനക്കാർക്ക് കിടന്നുറങ്ങാൻ, യാത്ര ചെയ്ത് വണ്ടി ഓടിച്ചു വരുന്ന ജീവനക്കാർക്ക് AC മുറിയിൽ വിശ്രമിക്കാനുള്ള സൗകര്യം, KSRTCയുടെ ഓഫീസർമാരും ജീവനക്കാരും ജോലി ചെയ്യുന്ന സ്ഥലം AC ചെയ്തു തുടങ്ങി കഴിഞ്ഞു. പാലക്കാട് ചെയ്തു. അല്ല, ഇത് മോണിറ്റൈസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഇത് യുവർ എംപ്ലോയീസിൻ്റെ ഒരു കംഫർട്ടിന്. പക്ഷേ ഇവിടെയും കുഴപ്പമെന്ന് പറയാം, നമ്മളിതെല്ലാം ചെയ്യുന്നു. ഇതിപ്പോൾ ഞാനൊരു ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ആക്കാം ഒരു ടീമിനെ. KSRTCയുടെ CMD ഒരു ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ നമ്മൾ വെളിയിൽ നിന്ന് വെച്ചു. അതുകൂടാതെ ഒരു ടീമിനെ ഒരുക്കിയിട്ട് അവരെ കൂടെ വിട്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ക്ലീനിങ്ങിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ബസ് ക്ലീൻ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ബസ് ഇട്ടുകൂടെ എന്നോട് ചോദിച്ചു. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഞാനങ്ങ് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ CMD അങ്ങ് മാറിക്കഴിയുമ്പോൾ ഇതിനെ വീണ്ടും വേഴ്സ്റ്റായിട്ട് മാറ്റും. കഴുകില്ല, തുടക്കില്ല. അതുകൊണ്ട് ബസ് കഴുകാനും ബസ് സ്റ്റേഷൻ വൃത്തിയാക്കാനും കോൺട്രാക്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. അതായത് തമ്പാനൂർ ബസ് സ്റ്റേഷൻ രാവിലെ 7 മണിക്ക് മുമ്പേ ക്ലീൻ ചെയ്ത് കഴിയണം.
എനിക്ക് തോന്നുന്നു പല സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തറിയാം, വലിയ നഷ്ടം, നമുക്കൊരു അക്കൗണ്ടബിലിറ്റി, നമ്മൾ ആളുകൾക്ക് ഒരുപാട് ശമ്പളം കൊടുക്കുന്നുണ്ട്, പക്ഷേ അവരത് ക്ലീൻ ചെയ്യുന്നില്ല. എത്ര പരിശീലിപ്പിച്ചാലും, നമ്മൾ പരിശീലിപ്പിക്കുന്നത് കഴിഞ്ഞ 1 വർഷമായി പരിശീലിപ്പിക്കാൻ, ഈ 1 വർഷം പരിശീലിപ്പിച്ചിട്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. പുതിയ ബസ് ഇട്ട് വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഏജൻസിയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ വാക്വം ക്ലീനർ അടിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ബസ്സുകളിൽ കയറി നോക്കും. എന്നും ഒരു മന്ത്രിക്ക് ഇതിലൊക്കെ കയറി നോക്കാൻ പറ്റും. അതിനൊരു സിസ്റ്റം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കി, ഒരു ഹൗസ് കീപ്പിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാല് വയ്യാത്ത ആൾക്കാർ, സുഖമില്ലാത്ത ഹാർട്ടിന് അസുഖങ്ങൾ, ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തേക്കുന്ന ആളുകളെ ഇനി ഇതിൻ്റെ വണ്ടി കഴുകിയിട്ടുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യാം. അവർ കഴിവുണ്ട. കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ കോൺട്രാക്റ്റ് കൊടുത്ത ആൾ വണ്ടി കൃത്യമായി കഴുകുന്നുണ്ടോ എന്ന് നമ്മൾ ഇവരെ കൊണ്ട് സൂപ്പർവൈസ് ചെയ്യും. ഇപ്പോൾ ഇവർക്ക് ജോലിയുമായി ഹെവി ആയിട്ടുള്ള ജോലിയുമല്ല, ലൈറ്റ് ഡ്യൂട്ടിയാണ്. ഇവിടെ കസേര ഇട്ടിട്ട് ആ വണ്ടിയുടെ കണ്ണാടി എഴുതുന്നുണ്ടോ, ടയർ വഴിയോ നോക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. അത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഡെമോഗ്രഫീസ് ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. പിന്നെ ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഈ സിറ്റി അർബനൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ അതൊരു വലിയ വിഷയമല്ല അങ്ങനത്തെ ഒരു. എന്നാൽ തന്നെ നഗരമാണല്ലോ. അതെ, ഈവനിങ് ഒരു പല ബസ് സർവീസുകളും ചില സ്ഥലത്തോട്ട് ഇല്ലാത്തതുകൊണ്ട് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങോട്ട് ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ തിരിച്ചു പോവുക, അല്ലെങ്കിൽ നേരത്തെ കടകൾ അടയ്ക്കുക, എന്നിട്ട് വീട്ടിൽ പോവുക. അത്തരം ഇത് വരുമ്പം ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദി ഇക്കോണമി ജനറലി. അപ്പോൾ ഇത്തരം ഈ വലിയ സെൻറ്റർ അല്ലാതെ ചെറിയ ഇതിലേക്ക് സർവീസുകളോ അല്ലെങ്കിൽ അതിൽ ഈ ബസ് ഡിപ്പോകളോ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. അത് KSRTC മാത്രം കൊണ്ട് ഈ ഒരു പ്രശ്നം, ഇത് വളരെ പ്രധാന പ്രശ്നമാണ്. ഈ പ്രശ്നം KSRTC മാത്രം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൽ LDF സർക്കാരിൽ ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു കൺസെൻറ്റ് വാങ്ങി. അതായത് ഒരിക്കലും വെർജിൻ റൂട്ട്സ് എന്ന് പറയും, ആ റൂട്ട്സിൽ KSRTC ഓടിയിട്ടില്ല, പ്രൈവറ്റും ഓടിയിട്ടില്ല, അല്ല പാവപ്പെട്ട ആളുകൾക്ക് ഒരു പൊതുഗതാഗതം എന്നത് സ്വപ്നം കാണാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ നിയമത്തിലെ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് MLA-മാരെ അധ്യക്ഷതയിൽ ഗ്രാമീണ സഭകൾ വിളിച്ചു കൂട്ടി പഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകരും റെസിഡൻസ് ഹൗസിൽ ഇരുന്നിട്ട് ഇന്ന റൂട്ടിലൂടെ, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങൾ വന്നു, അവർ ധാരാളം നല്ല റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഉൾവഴികളിലൂടെ. കണക്ടിവിറ്റിയാണ് ഇതിൽ. ഈ കണക്ടിവിറ്റികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ റൂട്ടുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതാണ്ട് 1100-ലധികം റൂട്ടുകൾ സജസ്റ്റ് ചെയ്തു. അതിൽ 503 റൂട്ടുകൾ KSRTCക്കും ആവശ്യമില്ല, ആരും ഓടിച്ചിട്ടില്ല, പ്യുവർലി വെർജിൻ റൂട്ട്സാണ്. 503 റൂട്ടുകൾ ഇപ്പോൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും, അതിൻ്റെ നടപടി എല്ലാം പാസ്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ ഇറങ്ങണം. ഗവൺമെൻറ് ഇറക്കി കഴിഞ്ഞാൽ ഇതൊരു ലൈസൻസാണ് കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, കാരണം ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിച്ചിട്ടുണ്ട്. 2001 ഞാൻ മന്ത്രിയായുമ്പോൾ കേരളത്തിൽ 28,000-30,000 അടുപ്പിച്ച് പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. 5,000-ഓളം KSRTC ബസ്സുകളും അതിലൊരു 4,000-ഓളം വണ്ടികൾ ഓടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്ന് KSRTC ശമ്പളം കൊടുത്തിരുന്നത് സ്വന്തം കയ്യിൽ നിന്നാണ്, പെൻഷൻ കൊടുത്തിരുന്നത് സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ്. ഇന്ന് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഇത് രണ്ടും. പ്രൈവറ്റ് ബസ്സുകാർ ഇത്രയും വണ്ടികളുണ്ടായിരുന്നു. അത് 2006 ആകുമ്പോഴത്തേക്കും അതൊരു 32,000-36,000 വരെ വർദ്ധിച്ചു. ഇന്ന് പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 7,000ആണ്, 7,000-ൽ താഴെയാണ്. കേരളത്തിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 7,000-ൽ താഴെയായി. അപ്പോൾ ആ ബിസിനസ് പൊളിഞ്ഞു, ആ ഒരു ഇൻഡസ്ട്രി പൊളിഞ്ഞു. KSRTC എന്ത് പറ്റി? അതിൻ്റെ നില വർദ്ധിച്ചില്ല, അതും പൊളിഞ്ഞു. ഇവർ തമ്മിൽ കോമ്പറ്റീഷനാണ്. പ്രൈവറ്റ് ബസ്സും തമ്മിൽ കോമ്പറ്റീഷൻ. അത് ഒഴിവാക്കാൻ വേണ്ടി റൂട്ട് ഫോർമുലേഷനിൽ പ്രത്യേകം പറയും, ഈ പർട്ടിക്കുലർ റൂട്ടിൽ 2 ബസ്സേ അനുവദിക്കൂ. ബസ്സിന് പെർമിറ്റ് അല്ല കൊടുക്കുന്നത്, ലൈസൻസാണ് കൊടുക്കുന്നത്. അതാണ് നിയമത്തിലെ വ്യവസ്ഥ. ഒരു പുതിയ പരിഷ്കാരമാണ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കിയിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ലിസ്റ്റ് ചോദിച്ചതിൻ്റെ ഉത്തരമാണ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ മനുഷ്യന് ഒരിക്കലും പൊതുഗതാഗതം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ 503 ബസ്സുകൾ പെർമിറ്റുകൾ ഉടൻ അനുവദിക്കും. എടുക്കുമ്പോൾ നമ്മൾ 2 പേര് വന്നാൽ ലേലം വിളിച്ചെടുക്കാം. അപ്പം നമ്മൾ രണ്ടും കോമ്പറ്റീഷൻ നടക്കുക ഒരു റൂട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വണ്ടിയെ കാണുള്ളൂ, 2 വണ്ടിയെ കാണുള്ളൂ. 5 വണ്ടി എന്ന നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ലൈസൻസിൽ കൂടുതൽ 6ാമതൊരെണ്ണം കൊടുക്കില്ല, ബഹുമാനപ്പെട്ട കോടതി പോലും കൊടുക്കത്തില്ല. ഇതാണ് ഈ നിയമത്തിൻ്റെ വ്യവസ്ഥ. അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ഥലത്തും വണ്ടി ഉണ്ടാകും. ഈ ഓടുന്ന ഒരു 2 സ്ത്രീകൾ ചേർന്നൊരു ചെറിയ ബസ്, മിനി ബസ് ഓടിക്കാമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. 8.5 മീറ്ററുള്ള 6 വീലുള്ള മിനി ബസ് വാങ്ങിച്ച് ഓടിക്കുക. അപ്പോൾ ഒരു 2 സ്ത്രീകൾ, അപ്പോൾ ഹെവി ലൈസൻസ് പോലും വേണ്ട. ആ 2 സ്ത്രീകൾ ചേർന്നൊരു ബസ് എടുക്കുന്നു, ഒരു ലോൺ എടുക്കുന്നു, 25 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. വണ്ടിക്ക് ഒരു 23 രൂപ കൊടുക്കണം, ബാക്കി 2 ലക്ഷം രൂപ ടാക്സും അടച്ച് വണ്ടി റോഡിൽ ഇറക്കാം. അവർക്ക് ഡ്രൈവർ ഒരാൾ ഓടിക്കാം, ഒരാൾ കണ്ടക്ടറെ ജോലി നോക്കാം. അവർ മെഷീൻ വെച്ചാൽ കണ്ടക്ടർ ഇല്ലാതെയും ഓടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തൊഴിൽ കണ്ടെത്താൻ, ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ, ഇപ്പോൾ ഒരു പ്രവാസി മലയാളി, ഒരു ചെറുപ്പക്കാരൻ ഒരു 5 വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. ഇതൊരു 5 പെർമിറ്റ് എടുത്തു, 10 പേർക്ക് ജോലിയായി. അവർ ടാക്സ് അടയ്ക്കും. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അവർ ടാക്സ് അടയ്ക്കും, അത് കേരള ഗവൺമെൻറ്റിനാണ്.
അവർ ഡീസൽ അടിക്കും. ഡീസലിൻ്റെ സെസ് കേരള ടാക്സ് കിട്ടുന്ന കേരള ഗവൺമെൻറ്. അപ്പോൾ ശരാശരി ഒരു വണ്ടി ഒരു ദിവസം 50 ലിറ്റർ ഡീസലെങ്കിലും അടിക്കും എന്നാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഈ പ്രഖ്യാപിക്കുന്ന 503 വണ്ടികളിൽ ഒരു 250 റൂട്ടുകളെങ്കിലും ആദ്യം പോയാൽ ഈ പദ്ധതി വിജയിച്ചു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഈ MLA-മാരുമായി ചർച്ച ചെയ്തുണ്ടാക്കിയ മറ്റു റൂട്ടുകളും കൂടി നമ്മൾ ഇത് പ്രൈവറ്റ് ബസ്സിന് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എക്കണോമി മനസ്സിലാക്കണം. പ്രൈവറ്റ് ബസ് വളരും, ആൾക്കാർക്ക് വണ്ടി കിട്ടും, പൊതുഗതാഗതം ശക്തമാകും. അനാവശ്യം വണ്ടി അവനവൻ്റെ സ്കൂട്ടർ എടുത്ത് ഈ പല സ്ഥലം ആ സ്ഥലത്ത് ഓട്ടോറിക്ഷ പിടിച്ചും ജീപ്പിൽ കയറിയൊക്കെ ആൾക്കാർ പോകുന്നു. അതങ്ങ് മാറും. സർക്കാരിന് വലിയ വരുമാനം ഇതുകൊണ്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹം അതിന് കൺസെൻറ്റ് തരികയും അതിൻ്റെ ഏതാണ്ട് ഒരു ഘട്ടം കളഞ്ഞു. ഇനിയിപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങി 503 വണ്ടി ഒരു 1.5 മാസത്തിനുള്ളിൽ. അതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൽ വന്നിട്ടുണ്ട്. നോട്ടിഫൈ ഇറങ്ങുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അവരെ ഹിയർ ചെയ്യണമെന്നൊക്കെ ഒരു നിശ്ചിത സമയമുണ്ട്. അപ്പോൾ അത് ഉടനെ ഇറങ്ങും. ഇനി തടസ്സങ്ങളൊന്നുമില്ല. ലോക്സഭയിൽ ഞാൻ ലോക്സഭ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ലോക്സഭയിൽ ഇരിക്കുമ്പം നിതിൻ ഗഡ്കരി സംസാരിക്കുമ്പം അദ്ദേഹം വളരെ വിഷനോടെയാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈയിടെ പറഞ്ഞൊരു കാര്യം, ഈ വണ്ടികളുണ്ടല്ലോ, അത് നോട്ട് KSRTC ബസ്, മറ്റ് ഈ ട്രക്കുകൾക്കൊക്കെ ഇനി ഒരു പുതിയ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതായത് ഹിന്ദിയിൽ ജുഗാഡ് എന്നൊരു വാക്കുണ്ടല്ലോ, ജുഗാഡ് ചെയ്തിട്ട് വണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അതിനല്ല യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മളുടെ ഈ സംസ്ഥാനത്തെ എത്രമാത്രം സഹായിക്കും? അതായത് ഈ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾക്കാരല്ല, ചരക്കുകളൊക്കെ കൊണ്ടിരുന്നത് ഗുഡ്സ് ട്രാൻസ്പോർട്ടിൻ്റെ അതിൻ്റെ ക്വാളിറ്റി മാറിയാൽ നമുക്കത് എന്തുമാത്രം പ്രയോജനകരമായിരിക്കും? അദ്ദേഹം പറഞ്ഞ ആശയം നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു യൂണിഫോമിറ്റി ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാകും നല്ലതാണ്. ഒരു നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടെ ടാങ്കർ ലോറി കണ്ടാൽ ടാങ്കർ ലോറി ഒരേ ഷേപ്പായിരിക്കും, ഒരേ അളവായിരിക്കും. ഇത് ഒരുപാട് സൈസ് കൂട്ടുക. അതിനകത്ത് ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് ആത്മാർത്ഥയോടെ ചെയ്യാനാണെങ്കിൽ ആദ്യം നാഗാലാൻഡിൽ ഈ ഒരളവും ഇല്ലാത്ത വണ്ടികൾ രജിസ്റ്റർ കൊടുക്കുക. അതങ്ങ് അവസാനിപ്പിക്കും. നാഷണൽ അതായത് ഒരു ധൈര്യം. ഇവിടെ കേരളത്തിൽ അളന്നു നോക്കാത്ത യാതൊരു തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് എനിക്കൊരു വണ്ടി വേണമെങ്കിൽ നാഗാലാൻഡ് രജിസ്റ്റർ ചെയ്യാം, എൻ്റെ ലോറി എന്തളവാണെന്നറിയത്തില്ല. അത് ആദ്യം പരിഹരിക്കണം. അത് ഒന്ന് യൂണിഫോം ആക്കണം. കാരണം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരു വണ്ടി അനധികൃതമായി പണം വാങ്ങിക്കൊണ്ട് നാഗാലാൻഡ് രജിസ്ട്രേഷനിൽ ഏതളവിലും ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഒന്നും ഇപ്പം തന്നെ ഓൾറെഡി ബോഡി കോഡുണ്ട്. ഇപ്പം ബസ്സിന് പ്രൈവറ്റ് ബസ്സാണെങ്കിലും KSRTC ബസ് അതിനൊരു ബോഡി കോഡ് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കി. അത് നല്ലതാണ്. അപ്പോൾ ഒരു യൂണിഫോമിറ്റി എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ആ ബോഡി കോഡ് ഇതിൽ വരുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ബോഡി കോഡ് ഫോളോ ചെയ്യുന്നുണ്ട്, നാഗാലാൻഡിൽ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. അവരെ വണ്ടി പല സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യുന്നില്ല. അത് കർശനമാക്കിയാൽ മതി. നമ്മൾ കേരളത്തിൽ ഈ ബോഡി കോഡ് കൃത്യമായി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നാഗാലാൻഡ് പോലെ തമിഴ്നാട്ടിലും വലിയ കുഴപ്പമില്ല. പക്ഷെ നാഗാലാൻഡിലൊക്കെ ചെല്ലുമ്പോൾ യാതൊരു ബോഡി കോഡും ഇല്ല, വണ്ടി കാണുന്നില്ലല്ലോ. അതായത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥൻ വണ്ടി വീഡിയോയിൽ കൂടെ പോലും കാണുന്നില്ല. അത് നിയമത്തിലൊരു അബദ്ധമുണ്ട് ഇതിനകത്ത്. അവിടെ രജിസ്റ്റർ കൊടുക്കാം. എനിക്ക് തിരുവനന്തപുരം നാഗാലാൻഡ് അഡ്രസ്സ് പോലും വേണ്ട. പോണ്ടിച്ചേരി വണ്ടി എടുക്കുന്നൊരു പരിപാടി ഉണ്ട്. അതുപോലെ അവിടുത്തെ അഡ്രസ്സ് പോലും വേണ്ട. ഇപ്പോൾ കേരളത്തിലെ അഡ്രസ്സ് കൊടുത്താലും നാഗാലാൻഡ് രജിസ്റ്റർ ചെയ്യും. അല്ല, അത് ശരിയല്ല. അത് പരിഹരിക്കാൻ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. അത് യൂണിഫോം ആക്കിയാൽ വളരെ നല്ലതാണ്. ഈ ഓവർലോഡ്, വണ്ടിയുടെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം, ഇതെല്ലാം മാറി കിട്ടും. കേരളം എന്തുകൊണ്ടാണ് ഈ ഭാരത് രജിസ്ട്രേഷനെ ഒപ്പോസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഒപ്പോസ് ചെയ്യുന്നില്ല. അതിനകത്ത് ഒരു തീരുമാനം എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്. അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ടാക്സ് കുറഞ്ഞു പോകുന്ന ടാക്സിനകത്ത് വരെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പം ടാക്സ് എത്ര എമൗണ്ട് വയ്ക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കൂട്ടി വെച്ചാൽ ആളുകൾ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ഓടും. കുറച്ച് വയ്ക്കാന്ന് ചോദിച്ചാൽ എന്താ കുറച്ച് വെച്ചെന്ന് ചോദിക്കും. അതിൻ്റെ ആലോചനയിലാണ് ഒരു തീരുമാനം ഉടനെ എതിരൊന്നുമില്ല. അത് നിയമത്തിലെ വ്യവസ്ഥയുള്ളവരാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞേക്കുന്നത് സ്റ്റേറ്റിന് ഇഷ്ടമുള്ള ടാക്സ് വയ്ക്കാമെന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ ടാക്സ് ഇപ്പോൾ നോർമൽ ടാക്സ് വയ്ക്കാൻ തീരുമാനിച്ചാൽ ഇപ്പം കേരളത്തിലെ മറ്റു വണ്ടികൾക്കുള്ള ടാക്സ് അങ്ങ് വയ്ക്കുകയാണ്. വയ്ക്കുമ്പോൾ ചിലപ്പോൾ തമിഴ്നാട്ടിൽ അവർ നോക്കുമ്പോൾ കുറച്ചുകൂടി ലാഭം. അപ്പോൾ അവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്യും. ഏത് സ്റ്റേറ്റിലും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെതിരൊന്നുമല്ല. അത് കൊടുക്കും. അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, കൊടുക്കും. ഈ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിൽ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ഇത് ലൈസൻസിന് പുതിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഈ ഹൈവേ ട്രാൻസ്പോർട്ടിൽ അതിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു, ഫൈൻ കൊണ്ടുവന്നു. ഇതുകൊണ്ടൊന്നും പക്ഷെ കേരളത്തിലെ ഈ വാഹനാപകടങ്ങൾ ഒട്ടും കുറയുന്നില്ലല്ലോ. ഈ കഴിഞ്ഞ വർഷവും വളരെ മോശമായിരുന്നു, ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ മോശമായിരുന്നു. എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്ന ആ കാര്യത്തിൽ? ട്രാഫിക്കിൻ്റെ റോഡിലൊരു കൺജഷൻ. ഇപ്പോൾ ഹൈവേ വരുന്നതോടെ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി തിരുവനന്തപുരം വരെയുള്ള ഹൈവേ വരുന്നതോടെ കുറേ അപകടങ്ങൾ കുറയുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. അത് 1 ലൈൻ
ഒരു ഡയറക്റ്റ് കൊളീഷൻ കുറഞ്ഞ് കിട്ടും എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതുകൂടാതെ ബേസിക്കായിട്ട് നമ്മുടെ ലൈസൻസ് കൊടുത്തിരുന്ന രീതി, ലൈസൻസ് ഇപ്പോഴും കൊടുക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ നിർബന്ധിക്കുന്ന മോശമായ രീതി, നിലവാരം കുറഞ്ഞ ലൈസൻസാണ് അപകടത്തിൻ്റെ ഒരു കാരണം. ഈ ലൈസൻസിൽ ഒരു പ്രധാന കാര്യം ഡ്രൈവറുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ആദ്യം പോകും എന്ന വാശി, അതിനാണ് പലപ്പോഴും അപകടം സംഭവിക്കുന്നത്. ഞാൻ ബൈക്കിൽ പോവാണ്, ഹെൽമെറ്റ് ധരിക്കണം, ഞാൻ ഓവർ സ്പീഡ് ചെയ്യരുത്, എൻ്റെ ഫ്രണ്ട് വീല് പൊക്കിയിട്ട് വീൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കേണ്ടത് വണ്ടി ഓടിക്കുന്നവരാണ്. ഇപ്പോഴും എന്താണ്, ഒരു ചാൻസ് കിട്ടിയാൽ ഡോറിലിരുന്ന് കുറേ ആൾക്കാരങ്ങ് പോവുക, ഡോറിൽ കയറി ഇരുന്നിട്ട് പിന്നെ ഇത് യാത്ര, ഇതൊക്കെ എന്താണ് അത് അറിവില്ലായ്മയല്ല, കുറച്ച് അഹങ്കാരമാണ്. അല്ലാതെ വണ്ടി ഓടിച്ച് വരുന്ന കഴിഞ്ഞ ദിവസം KSRTC ഒരു വണ്ടി വരുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അത് ഡ്രൈവറുടെ അഹങ്കാരം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ വണ്ടി ഇങ്ങനെ ടേണിംഗ് എടുത്ത് വരുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ നടന്നു പോവുകയാണ്. ആ വണ്ടി വന്നിട്ട് ടേണിംഗ് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കണ്ടേ, അതിൻ്റെ പോലെ ആ മനുഷ്യനെ ഇടിച്ച് അത്തരം ഡ്രൈവിങ്, അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അതാണ്, പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ അതൊക്കെ വേണമെന്ന് ഈ വളരെ നിസ്സാരമായി ഒരു ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, 2 സ്ത്രീകൾ റോഡ് ക്രോസ് ചെയ്തു തൃശ്ശൂരിന് പാലക്കാടിനും ഇടയ്ക്ക്. അപ്പോൾ KSRTC ഒരു സ്വിഫ്റ്റ് വണ്ടി ഇടിച്ച് 2 സ്ത്രീകൾ മരിച്ചു. അപ്പോൾ ഞാൻ ഈ ഡ്രൈവർ ഇപ്പോൾ വന്നു, അദ്ദേഹത്തെ സർവീസിൽ പ്രവേശിപ്പിക്കണം, അദ്ദേഹത്തിന് വീരശൃംഖല കൊടുക്കണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കാൻ. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു എന്താണ്, ഞാനപ്പോൾ ഇത് കാണുന്നുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ട്, വണ്ടിക്കകത്ത് വീഡിയോ കാണുമ്പോൾ ഈ വണ്ടി ബ്രേക്ക് ചെയ്യുന്നില്ല. ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നാണ് വൈപ്പ്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നില്ല, വണ്ടി ഉള്ള സ്പീഡിൽ വന്ന് ഇടിക്കുകയാണ്. ഈ 2 ലേഡീസ് മരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അവരെ അങ്ങനെ ഇടിച്ചു വന്ന്, ഇയാളെ ബ്രേക്ക് ചവിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, സാറേ വണ്ടിയിൽ 10-30 പേര് ഇരിപ്പുണ്ട്, അവർ 2 പേരല്ലേ ഉള്ളൂ, ഈ 30 പേരെ മരിക്കണോ അവർ മരിക്കണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകും. അതാണ് വളരെ ഡേഞ്ചറസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ അപകടങ്ങളുടെ ഒരു പ്രധാന കാരണം ഈ മനസ്സ് ചിലരുടെ ഉള്ളിലുണ്ട്. 2 പേരല്ലേ സാരമില്ല, എനിക്കൊരു പോറൽ പോലും ഇല്ല, വണ്ടി ഓടിക്കുന്ന എനിക്കൊരു പോറൽ പോലും. പക്ഷേ 2 കുടുംബങ്ങൾ, ഈ മരണത്തിലൂടെ എത്ര കുടുംബങ്ങൾ അനാഥമാകുന്നു എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദ ഈ വണ്ടി ഓടിച്ച ആളില്ല. ഒരു മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് KSRTCയിലെ ഒരു സ്വിഫ്റ്റിലെ ഡ്രൈവർ പറയുകയാണ്, താൽക്കാലിക ജീവനക്കാരനെ പറയുകയാണ്, 2 പേര് മരിക്കണോ 30 പേര് മരിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ 2 പേര് പോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് എന്നോട് പറഞ്ഞതാണ്. ഈ ആറ്റിറ്റ്യൂഡിലോട്ടാണ് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം. അതാണ് ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറണം. ഈ റോഡിൽ പോകുന്നവർ എൻ്റെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ എൻ്റെ മകനോ മകളോ ആണെന്ന് വണ്ടി ഓടിക്കുന്നവർ ചിന്തിക്കണം. അത് സാരമില്ല, നമ്മളെ വണ്ടി കയറി ഇറങ്ങി പോയി, ഏതോ ഒരു കുടുംബം ഒരു ദിവസം അറിയാതെ നമ്മളെ മക്കളുടെ തലയിൽ കൂടെ ആയിരിക്കും വണ്ടി കയറുന്നത്. അത് ഓർത്താൽ എല്ലാവർക്കും നല്ലത്, അല്ലയോ? ഈ പറയുന്ന ആൾ നമ്മുടെ ആരുമല്ല എന്ന് കരുതരുത്. അവർക്ക് ആരൊക്കെയുണ്ട്, ഓരോ മരണവും ഇപ്പോൾ എന്താണ് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന KSRTCയിൽ പിടിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ അപകടം, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ളത് സ്ത്രീകളെ വണ്ടി ഇടിച്ച് കൊല്ലുക, സ്കൂട്ടറിൽ പൊട്ടി തട്ടി കൊല്ലുക രാവിലെയാണ്. ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് തോന്നിയത് ഈ മദ്യപിച്ചിട്ട് വരുന്നവർ, ഞാൻ ഇന്നും കുടിച്ചിട്ടില്ല, പക്ഷെ തലേദിവസം ഹാങ് ഓവർ കിടപ്പുണ്ട്. ഈ തലേദിവസം ഹാങ് ഓവർ ഓടെയാണ് വണ്ടി പോകുക. അപ്പോൾ രാവിലെ അസ്വസ്ഥനായിരിക്കും, അപ്പോൾ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ലേഡി വന്ന് സ്കൂട്ടറിൽ അങ്ങോട്ട് കയറി ഇറിറ്റേറ്റഡ് ഒരു സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്താൽ അവരെ കാര്യം കഴിഞ്ഞു. അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടും ഈ ഹാങ് ഓവർ പലരും പറയുന്നുണ്ട്, സാറേ ഇന്നലെ കഴിച്ചാൽ ഇന്ന് ഊതിച്ചപ്പം പിടിച്ചു വിട്ട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറയാം. മദ്യവെച്ച് ഡ്യൂട്ടിക്ക് വരികയോ മദ്യവെച്ച് KSRTCയിൽ വണ്ടി ഓടിക്കാൻ വരികയോ ജോലിക്ക് വരികയോ ചെയ്താൽ സ്ത്രീകൾ ഒഴിച്ച് എല്ലാവരെയും പരിശോധിക്കും. അതിൽ ടെമ്പററിക്കാരാണെങ്കിൽ അപ്പം തന്നെ പിരിച്ചുവിടും. ആരെ കൊണ്ടും ഞാൻ പല സ്ഥലത്തും വിഷമമായിട്ട് മാറിയാണ്, പല സ്ഥലത്ത് ചിലപ്പോൾ അങ്ങ് ശുപാർശയാണ്, അപ്പം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനല്ലത് ചെയ്യുന്ന ആൾ, അത് KSRTCയുടെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, മദ്യവെച്ച് വണ്ടി ഓടിച്ചേച്ച് ദയവ് ഇത് ശുപാർശയ്ക്ക് വരാം. അതൊരു സന്തോഷം വെച്ചാൽ ഒരൊറ്റ MLAമാരും ഒരു മന്ത്രിമാരും അവരാരും ഇതുവരെ 1-2 പേര് ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. ഇപ്പോൾ അവർ ശുപാർശയ്ക്ക് ആരും വരാറില്ല, ആരും പറയാറില്ല. അതൊരു നല്ല കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം. പിന്നെ ഈ നമ്മളുടെ ഇവിടെ കേരളത്തിലുള്ള ഒരു പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഡൽഹിയിലൊന്നും ഇല്ല. അതായത് ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉണ്ടല്ലോ, ലൈക്ക് റെയിൽവേ, എയർപോർട്ട്, ഇതിലേക്ക് ഇപ്പോൾ എയർപോർട്ടിലേക്ക് ആരെങ്കിലും ഒരു ബസ്സിൽ പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും പല സ്റ്റേഷനുകളിലും അങ്ങനെയാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? അതൊന്നും ഉണ്ട്. ഞാൻ നെടുമ്പാശ്ശേരി, അതായത് ഈ എയർപോർട്ട് കാര്യം കറക്റ്റ് സമയം പറയത്തില്ല. ഇപ്പം ഞാൻ നെടുമ്പാശ്ശേരിയിലും സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് 2 ഡയറക്ഷനിൽ വണ്ടി വിടാമെന്നാണ് എനിക്ക് തോന്നിയത്. ഒന്ന് കോഴിക്കോട് ഭാഗത്തേക്കും ഒന്ന് തിരുവല്ല ഭാഗത്തേക്കും വണ്ടി ഓടി. അവിടെ നിന്നാണ് ഈ ആളുകൾ കൂടുതലും വന്നിറങ്ങുന്നത്. മധ്യ തിരുവിതാംകൂറിലും വടക്കോട്ടുമുള്ളവരാണ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ ഒരു റൂട്ടിലേക്കും അവിടെ നിന്ന് തിരുവല്ല ഭാഗത്തേക്കും ഒരു വണ്ടി ഓടിക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ ഒരു 12:30 മണിക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് ഇറങ്ങും.
ഞാൻ തന്നെയാണ് ഈ ചാർട്ട് നോക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാനൊരു പഠനം നടത്തി, ഞാൻ തന്നെ നേരിട്ട് 12:30 ആദ്യത്തെ ഫ്ലൈറ്റ്, പിന്നെ 1 മണി 2 മണി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിനിടയ്ക്ക് ഈ 12:30 മണി കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ എടുത്ത് പോകുന്നത്. അത് കണക്കാക്കിയിട്ട് അടുത്തൊരു 2-3 പ്ലെയിനിൻ്റെ ആളുകൾക്ക് ഒരുമിച്ച് പോകത്തക്ക രീതിയിൽ ഒരു 3 വണ്ടി, എയർ കണ്ടീഷൻ സീറ്റർ വണ്ടി, കുറച്ചുകൂടി ലഗേജ് അകത്ത് കയറ്റാൻ പറ്റുന്ന വണ്ടി, ഈ വരുന്ന ലഗേജ് കൂടെ കയറ്റണമല്ലോ, ഈ 2 റൂട്ടിലേക്ക് ഓടിക്കുന്നതിനെ പറ്റി ആലോചനയുണ്ട്. പുതിയ വണ്ടി വരുമ്പോൾ അത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഈ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ തിരുവനന്തപുരം വേളി റെയിൽവേ സ്റ്റേഷനാണ് എല്ലാവരും വന്നിറങ്ങുന്നത് ഓഫീസിൽ പോകാനുള്ളത്. കാരണം പേട്ട കഴിഞ്ഞ് ഇങ്ങനെ തമ്പാനൂർ എത്തുമ്പോഴത്തേക്ക് ഇവിടെ സമയം എടുക്കും. അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് ഇറങ്ങിയാൽ പെട്ടെന്ന് സെക്രട്ടേറിയറ്റിലും മറ്റു ഓഫീസുകളിലും ജോലിക്ക് പോകുന്നവർക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഈ ആവശ്യമായിട്ട് അവരെന്നെ സമീപിച്ചു. ഞാൻ KSRTC ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാറേ അത് നഷ്ടമാണ്, നമ്മൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 8:30 മണിക്കാണ് ട്രെയിൻ വരുന്നത് വയ്ക്കുക. ഇവർ 8:30 ഒരു ഷെഡ്യൂൾ കൊടുക്കും ഡ്രൈവർക്ക്, കണ്ടക്ടർ. ട്രെയിൻ അവിടെ വരുമ്പോൾ തന്നെ 8:30 വണ്ടി എടുക്കും. ഈ ഡ്രൈവർ എടുക്കാതിരിക്കാൻ പറ്റും, അവരെ ജോലി പോകും. കാരണം ഷെഡ്യൂൾ വണ്ടി ഓടിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഷെഡ്യൂളില്ല. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വെളിയിൽ വണ്ടി വന്ന് കിടക്കും. 8:30 ട്രെയിൻ 8:45 9 മണിക്കോ വന്നാലും ട്രെയിൻ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള നഷ്ടം സഹിച്ചു എന്ന് തീരുമാനിച്ചപ്പോൾ അതിഗംഭീര കളക്ഷനാണ്. ആ വണ്ടി 2 ഞങ്ങൾ ഓടിക്കുന്നത്, കൂടുതൽ വണ്ടി ഓടിക്കാൻ പോകുന്നത് ഭയങ്കര സക്സസ് ആണ്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ നിർത്തിയ സാധനമാണ്. പക്ഷേ ഈ ട്രെയിൻ വന്ന് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ബസ് എല്ലാവരും കയറുന്നുണ്ട്. യാത്രക്കാർ വളരെ സംതൃപ്തരാണെന്ന് പറയുന്ന കാര്യം വെച്ചാൽ 1 കിലോമീറ്ററിന് ശരാശരി ഒരു വണ്ടിക്ക് കിട്ടുന്ന 30 രൂപ 32 രൂപയാണ്. ഈ വണ്ടിക്ക് കിട്ടുന്ന 94 രൂപ 95 രൂപയാണ് ഒരൊറ്റ കിലോമീറ്ററിൽ. അതുകൊണ്ട് സക്സസ് ആണ്. അതുകൊണ്ട് ട്രെയിൻ വരുന്ന സമയം നോക്കി കണക്ടിവിറ്റി കൊടുക്കുന്നത് ലിസ്റ്റ് പറഞ്ഞാൽ വളരെ ശരിയാണ്. നമ്മുടെ നാട്ടിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം മെട്രോയ്ക്ക് പോലും ഒരു കണക്ടിവിറ്റി ഇല്ല. കൊച്ചി മെട്രോയ്ക്ക് റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധമില്ല, എയർപോർട്ടുമായിട്ട് ബന്ധമില്ല. നമ്മൾ ആ കണക്ടിവിറ്റിയെ പറ്റിയും പഠിക്കുന്നില്ല. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി അത് വളരെ വേണം. അങ്ങനെ എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് എയർപോർട്ടിൽ ഇറങ്ങുന്നു ഒരാൾ, ഒരു വിദേശി വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നു, മൂന്നാറിലേക്ക് പോകണമെങ്കിൽ ബസ്സില്ല, കാർ പിടിച്ചാലേ പറ്റൂ. അങ്ങനെ ചില ടൂറിസം ഡെസ്റ്റിനേഷനെയും കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ വണ്ടി കൊണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം നമ്മൾ. ഒരു കണക്ടിവിറ്റി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പൊതുവിൽ കുറവാണ്. ഇപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങുന്നു, ബോംബെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എത്ര സമയം എടുത്തിട്ടാണ് അടുത്ത എയർപോർട്ടിൽ പോകുന്നത്? മെട്രോ ഉള്ളതുകൊണ്ട് കണക്ഷൻ. ഇത് കണക്ഷൻ ഇല്ല. നമ്മൾ അവിടുന്ന് ഒരു സീറ്റൊക്കെ ഇളകി ഒരു വണ്ടിക്കകത്ത് കയറ്റും നമ്മളെ. അവിടെ നിന്ന് ഇങ്ങനെ അതിനൊക്കെ പിടിച്ചു തൂങ്ങിയൊക്കെ നിന്ന് വേറൊരു എയർപോർട്ടിൽ എത്തണം. ആ വണ്ടി എന്നുണ്ടാക്കിയതാണെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. ഓക്കെ, മറ്റ് ക്വസ്റ്റ്യനുകളിൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ സോളാർ കേസിൽ അദ്ദേഹത്തിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് താങ്കൾ ഒരു കാരണമായി ഒരു ശ്രുതിയുണ്ട്. അതിനെപ്പറ്റി എന്താ പറയുന്നത്? ചുമ്മാ പറയുന്നില്ലേ, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഉമ്മൻചാണ്ടിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു. മരിച്ചുപോയാലോട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇതുമായിട്ട് ആരും എന്നാൽ ഇത്രയും കാലം ഇത് പറഞ്ഞിട്ടും ഞാൻ എന്ത് കുറ്റം ചെയ്യുന്നതാണ് പറഞ്ഞത്? ഞാൻ ഇതുമായിട്ടൊരു ബന്ധപ്പെട്ടിട്ടില്ല, എനിക്കറിയത്തുമില്ല. എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും ഒരു അഴിമതിക്ക് വന്നിട്ടുമില്ല. പിന്നെ ഇത് ഉമ്മൻചാണ്ടിയൊക്കെ ബന്ധപ്പെടുന്നത് അത് പൊളിറ്റിക്കലാണ്. നമ്മൾ അവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇതിനൊരു രാഷ്ട്രീയമില്ല. ഇത് കോടതിയിൽ ഒരാളൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ വിധി വരുമ്പോൾ എല്ലാവർക്കും സത്യം ബോധ്യപ്പെടും. അതുവരെ ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ റെഡിയാണല്ലോ. ഓക്കെ, ഇനി സിനിമയിലേക്ക് വരാം. താങ്കൾ സിനിമയിലായിരുന്നു, എന്നിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. അതിൽ ഏത് ഫീൽഡിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇപ്പോൾ എനിക്ക് പൊതുപ്രവർത്തനം തന്നെയാണ്. കാരണം ഇതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സിനിമയിൽ കിട്ടാത്തൊരു കാര്യം, സിനിമയിൽ പ്രേക്ഷകർക്ക് നമ്മളോടൊരു സ്നേഹമുണ്ട് കേട്ടോ. സിനിമയ്ക്കകത്ത് സ്നേഹമില്ല. പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. സിനിമയ്ക്കകത്ത് ആർക്കും ആരോടും ഒരു സ്നേഹമില്ല. നല്ല സുഹൃത്തുക്കളില്ല, ആത്മബന്ധങ്ങളില്ല, വളരെ കുറവാണ്. പക്ഷേ സിനിമയ്ക്ക് പുറത്ത് സിനിമയെ ഇഷ്ടപ്പെടുന്നതാണ്. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആസ്വദിക്കുന്ന ആളുകളുണ്ട്. അവരോട് റെസ്പെക്റ്റും സ്നേഹമുണ്ട്. അതൊരു സുഖമാണ്. അവർ വന്ന് പറയും നിങ്ങൾ ആ സിനിമ കണ്ടു കേട്ടോ, നന്നായിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ആത്മനിർവൃതിയാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. നമ്മൾ സഹായിച്ചാൽ, നമ്മൾ സ്നേഹിച്ചാൽ, പാവപ്പെട്ടവർ അവർ ഹൃദയം കൊണ്ട് സ്നേഹിക്കും. അതെനിക്ക് കഴിഞ്ഞ 24 വർഷമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നത്. എൻ്റെ നിയോജനമുള്ള പത്തനാപുരത്ത് എനിക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു ആത്മബന്ധമാണ്. അവർ ഞാനും തമ്മിൽ, എൻ്റെ മേലെ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. അവരോട് എനിക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. അതൊരു വല്ലാത്ത ബന്ധമാണ്. പിന്നെ മാത്രമല്ല, ഒരു മന്ത്രിയാകാൻ അവസരം കിട്ടുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാൻ ഒരുപാട് അവസരം നമുക്ക് കിട്ടും. അത് ഞാൻ പൂർണ്ണ തോതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 3 തവണ ഞാൻ മന്ത്രിയായപ്പോഴും ആ മേഖലകളിൽ സാധാരണക്കാരെ എൻ്റെ കഴിവിനനുസരിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു വികാരമാണ് എന്നെ 1-ാം തീയതി ശമ്പളം കൊടുക്കുക എന്നുള്ള വികാരം. 5 വർഷമായി കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം കൊടുക്കാനുള്ള അശ്രാന്തമായ വളരെ ടെൻഷൻ അനുഭവം. ഞാനൊരു 10-15 ദിവസം, കഴിഞ്ഞ മാസമൊന്നും കളക്ഷൻ കുറവായിരുന്നു,
15 ദിവസത്തോളം ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല. 1-ാം തീയതി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുണ്ട്. അവർക്ക് 1-ാം തീയതി കിട്ടായിരിക്കും പല പ്രശ്നമുണ്ട്. ബാങ്കിൽ ഒരു പാർട്ടായിട്ട് പൈസ വന്നാൽ ആദ്യം അവരുടെ പേരിൽ വല്ല ലോൺ ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോകും. പിന്നെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനോ വീട്ടിലെ ആവശ്യങ്ങൾക്കോ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഇതെങ്ങനെങ്കിലും ഒന്നിച്ചു കൊടുത്താൽ അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുമല്ലോ എന്നുള്ളത്. അത് വ്യക്തിപരമാണ് തികച്ചും. അതിൽ മുഖ്യമന്ത്രി നൽകിയിട്ടൊരു പിന്തുണ, വലിയൊരു പിന്തുണയാണ്. അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത്, ഈ കാര്യത്തിൽ. അതിന് നമ്മൾ ഇതൊക്കെ ഇത്രയും റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹം വലിയ 100 കോടിയോളം ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട്. അത് അല്ലെങ്കിൽ അത്രയും ഒരു പിന്തുണയില്ലാതെ നമുക്കതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊരു വലിയ ഒരു ആഗ്രഹം. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഇതുകൊണ്ടാണ്. കാരണം അവരോടൊരു സ്നേഹബന്ധം, മുമ്പേ ചോദിച്ചില്ല എൻ്റെ അടുത്ത് അവരെന്താ തർക്കം ഉന്നയിക്കുക, അവരോടൊരു സ്നേഹബന്ധം എൻ്റെ മനസ്സിലുണ്ട്. ആ ട്രാൻസിഷൻ ബുദ്ധിമുട്ടായിരുന്നോ സിനിമയിൽ നിന്ന് രാഷ്ട്രീയം? ഒന്നുമില്ല, കാരണം ഞാനിത് കണ്ടു വളർന്നവനാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കുട്ടിക്കാലം മുതൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആരാണ്? ഈ കശുവണ്ടി തൊഴിലാളികളായ അമ്മമാരും സഹോദരിമാരും. അവരെ ഒരു സ്നേഹവും പരിഗണനയും അനുഭവിച്ച് വളർന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം കെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനൊരു കതറിട്ടൊന്നുമല്ലല്ലോ വന്നേ. ഞാൻ വർണ്ണശബളമായിട്ടാണ് എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ കതറിട്ടൂടെ, വെള്ളം ഇട്ടൂടെ. അപ്പം ഞാൻ പറഞ്ഞ മറുപടി, രാഷ്ട്രീയക്കാരനൊരു വേഷം കെട്ടേണ്ട ആവശ്യമില്ല. നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ല, നമ്മളൊരു പബ്ലിക് സെർവൻ്റ്, ഒരു സാമൂഹ്യ സേവകനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനെ രാഷ്ട്രീയക്കാരൻ്റെ അടവൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഈ കണ്ടംപററി സിനിമയിൽ ഇപ്പോൾ കുറേയേറെ വിവാദങ്ങളുണ്ട്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. ഫോർ എക്സാമ്പിൾ ഈ എമ്പുരാൻ സിനിമയെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു ആവശ്യമില്ലാത്ത വിവാദമാണ്. ഒരു എഴുത്തുകാരന്, ഒരു ആവിഷ്കർത്താവ്, ഒരു ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ആശയത്തിനനുസരിച്ചോ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന ആശയത്തിന് ഒരു സിനിമ എടുക്കാം. ഇതെങ്ങനെ എടുത്തിട്ട് അവരെ നശിപ്പിക്കണമെന്ന ചിന്തയോടൊന്നും നടക്കില്ല. കാരണം മയക്കുമരുന്നിനെതിരെ അനുകൂലമായ സിനിമകളുണ്ട്, മയക്കുമരുന്നിനെതിരെയുള്ള സിനിമകളുണ്ട്. കഴിക്കേണ്ടവന് ഇതെല്ലാം വാങ്ങിച്ച് കഴിക്കും. മദ്യപാനം കുടുംബം തരത്തതിനെ പറ്റിയിട്ട് സിനിമയുണ്ട്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ആ സിനിമ കണ്ടതുകൊണ്ട് ആരാണ്ട് വെള്ളമടി നിർത്തിയോ? അതിലെ ദുരനുഭവങ്ങൾ, മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ദുരനുഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ വളരെ സത്യസന്ധമായൊരു സിനിമയാണ് സ്പിരിറ്റ്. അത് കണ്ടുകൊണ്ട് സ്പിരിറ്റിൽ മോഹൻലാലിൻ്റെ ജീവിതാനുഭവം വളരെ മോശമായിരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളമടി നിർത്തിയേക്കാം എന്ന് പറഞ്ഞ ഒരാളെ ഞാനിവിടെ കണ്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. 2-2.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റിൽ കണ്ടു ആസ്വദിച്ചു നമ്മളിറങ്ങിപ്പോകും. ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് ആരെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വിമർശനം നൽകുന്ന സിനിമകളാണ് സന്ദേശം, ഏകലവ്യൻ, കമ്മീഷണർ. വ്യക്തികളെ വരെ അതിനകത്ത് തേജോധനം, വ്യക്തികളെ തിരഞ്ഞെടുത്ത് തേജോധനം ചെയ്തിട്ടുണ്ട് ഇല്ലേ കമ്മീഷണർ എന്ന സിനിമയിൽ? പക്ഷേ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇതൊക്കെ ആവശ്യമില്ലാത്ത വിവാദങ്ങളാണ്. ഏതായാലും ഒരു ഗുണം ചെയ്ത് 200 കോടി ചിലവാക്കി ആൻ്റണി പെരുമ്പാവൂർ ഒരു സിനിമ എടുത്തു. അതിൽ ആദ്യത്തെ ദിവസം നല്ല കളക്ഷനായിരുന്നു, റെക്കോർഡ് ഭേദിച്ചു. അത് കഴിഞ്ഞപ്പോൾ മുറിച്ച് മാറ്റിയത് കാണാൻ ആൾ കയറി, മുറിച്ച് മാറ്റുന്നതിന് മുമ്പ് കാണാമെന്ന് പറഞ്ഞ ആൾ കയറി, മുറിച്ച് മാറ്റിയത് കാണാൻ വേണ്ടി ആൾ കയറി. എല്ലാം കൂടി 10-250 കോടി കിട്ടി, അവർ രക്ഷപ്പെട്ടു എന്നതിൽ സന്തോഷം. അല്ല, ഈ ഏകലവ്യൻ സിനിമയെ പറ്റി സംസാരിച്ചല്ലോ, അതിൻ്റെ അകത്ത് അന്ന് ഒരു പ്രത്യേക കഥാപാത്രത്തിനെതിരെ ഇതുപോലെ റൈറ്റ് വിങ് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഒരു ഭാഗം കട്ട് ചെയ്തതായിട്ടൊന്നുമില്ല. അതിനകത്തുകൂടിയാണ് ഒരു തരത്തിൽ പറയുവാണെങ്കിൽ സുരേഷ് ഗോപി എന്ന ഇപ്പോൾ BJPയിലെ MP ആയിട്ടുള്ള BJPയുടെ യൂണിയൻ സഹമന്ത്രിയായ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത് അങ്ങനെയാണ്. അന്ന് ഇല്ലാതിരുന്ന ഈ കട്ടിങ്ങും ഒക്കെ ഇപ്പം എന്തുകൊണ്ടാണ്? എനിക്ക് സത്യത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പറയുന്നതല്ല. ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ സിനിമയിൽ അഭിനയിച്ച് ഇവിടുത്തെ സിനിമ കണ്ട് ഇവിടുത്തെ നാടകം കണ്ട് ജീവിച്ച ഞാൻ സത്യത്തിൽ ഇപ്പോൾ എനിക്ക് ചിലപ്പോഴും ലജ്ജ തോന്നാറുണ്ട്. കാരണം നമ്മൾ പുറമോട്ടല്ലേ പോകുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാന്മാർ പറഞ്ഞു തന്നത് ഇന്നും ഇവിടുത്തെ വലിയ സാഹിത്യകാരന്മാരും ഇവിടുത്തെ എഴുത്തുകാരും ഒക്കെ എഴുതി വെച്ച നമ്മളൊരു മുന്നേറ്റമുണ്ട്. നമ്മൾ പ്രോഗ്രസീവ് ആണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പ്രോഗ്രസീവ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പൊന്മട്ട ഇടുന്ന താറാവെന്ന് പേര് മാറ്റി. ഇതുപോലുള്ള സിനിമകൾ എടുക്കുമ്പോൾ അസഹിഷ്ണുത പുറത്തുകയും അതിന് ഇപ്പം പറയുന്ന കേന്ദ്ര ഏജൻസികളൊക്കെ വന്നെന്നേ പറഞ്ഞത്. ഇതൊക്കെ എനിക്കറിഞ്ഞതിൻ്റെ അത്യാവശ്യം എനിക്കറിയത്തില്ല, അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെയുള്ള ഭീഷണികളും വിരട്ടലുകളും ഇത് പിൻവലിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമില്ല. ഇത് പറഞ്ഞതുകൊണ്ടല്ലേ ഇത് എണീറ്റ് എന്നിട്ട് ഞാനാണ് ഇത് എന്ന് പറയുന്ന പോലെ ഇത് ജഗതി ഒരു പടത്തിൽ പറയുമല്ലോ, ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ്, ഇത് എന്നെ തന്നെയാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ പെരുമാറണം. നമ്മൾ സത്യത്തിൽ ചിന്തിക്കണം, നമ്മൾ മുന്നോട്ടാണ് പിന്നോട്ടാണ്. ജാതി വ്യവസ്ഥകളില്ലാത്തൊരു നാട്ടിൽ
അത് സജീവമാകുന്നു. ജാതി തിരിച്ച് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നതിനെ പറ്റി വീണ്ടും ആ മണ്ടത്തരം വീണ്ടും ഇപ്പം ട്രയൽ നോക്കി പരാജയപ്പെട്ട കാര്യം അതൊക്കെ നല്ല നിലയിൽ അങ്ങനെ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മളെ മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സിനിമകളൊക്കെ സിനിമയായിട്ട് കണ്ടങ്ങ് വിട്ടാൽ മതി. സിനിമയിൽ ഞാൻ എന്നോട് യോജിക്കും, സിനിമയിൽ എല്ലാവരും ലഹരി മരുന്നുകൾ അത് കണ്ടാണെ നമ്മൾ ലഹരി മരുന്ന് ഭയക്കാൻ തുടങ്ങി. അത് മദ്യപിക്കുന്നതിൻ്റെ താഴെ സിഗരറ്റ് വലിക്കുന്നതിന് താഴെ ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കേണ്ട കാര്യമില്ല. അത് കണ്ടതുകൊണ്ടാണ് സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കും ഇത് കാണുന്നത്. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം എന്ന് കാണുന്നത് സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കും കാണുന്നത്. ഇതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ സിനിമയായിട്ട് കാണണം. ഇവിടെ എന്ത് മാറ്റം ഉണ്ടായെന്ന് പറയുന്നത് സിനിമ കണ്ട് ഏത് സിനിമ കണ്ടിട്ടാണ് ആൾ പാർട്ടി മാറിയത്? ഞാൻ ഈ സിനിമ കണ്ടത് അതുകൊണ്ട് എൻ്റെ പാർട്ടി വിട്ട് ഞാൻ വേറെ പാർട്ടിയാണ്. സന്ദേശം സിനിമ കണ്ടിട്ട് ആരെങ്കിലും LDF വിട്ടോ ആരെങ്കിലും UDF വിട്ടോ? പോയില്ല. അല്ല, ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഇതിനെതിരെ സ്വരം ഉയർത്തുകയും ഒക്കെ ചെയ്തു. അതിപ്പോ ഇത്തരം നിർമ്മാതാക്കളുടെ സംഘടനകൾ പോലും ഒരു പ്രത്യേക ഒരു ക്രൈസിസ് നിൽക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുമല്ലേ? അത് ലിസ് വേറെ ആരും കാണാത്തൊരു ഭാഗം കണ്ടു എന്നെനിക്ക് മനസ്സിലായി. അതായത് അതിനകത്ത് ഇത് ഇറങ്ങാതിരിക്കുന്നതിലൂടെ, ഈ സിനിമ ഇറക്കാതിരിക്കുന്നതിലൂടെ ഇതിൻ്റെ തീം എവിടെയോ ചോർന്ന് കിട്ടി. എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ തീം എന്താണെന്ന്. ഇതിൻ്റെ തീം ചില ആളുകൾക്ക് എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടോ, ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ചില ആളുകൾക്ക് ഇതിൻ്റെ തീം ചോർന്ന് കിട്ടിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അവർ പ്രതിദാനം ചെയ്യുന്ന, അവർക്ക് വല്ല കാര്യവും സഹായിക്കാനുള്ള അവരെ രാഷ്ട്രീയ പാർട്ടി മുമ്പിൽ മിടുക്കനാവാൻ വേണ്ടി ഇത് തടയാൻ വന്നവനാണ് ഞാൻ എന്ന ഒരു നടപടി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സിനിമയിലുള്ളവരെ എനിക്കറിയാവുന്ന നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കാരണം നമ്മൾ പറയും രാഷ്ട്രീയക്കാർ കുറച്ച് ദീർഘമായി കാണുകയും അത് ഒരു മുഴം കൂട്ടിയെറിയുകയും ചെയ്യുന്നു. പക്ഷേ ഇതങ്ങനെ ഒരു മുഴമല്ല, 100 മുഴം കൂട്ടിയെറിയുന്ന ഒരു സിനിമയിലുണ്ട്. അപ്പോൾ സിനിമയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ കഥ മനസ്സിലായി. അപ്പോൾ ഈ സിനിമ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നോ സിനിമാ സമരം എന്ന് ചിന്തിക്കണം. അബുദാബിയിൽ മാധ്യമപ്രവർത്തകർ നടത്തിയ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തുള്ള എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഇത് വെറുതെയാണ്, ഈ സമരം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവില്ല, ഇതെവിടെയും എത്തില്ല, ഇത് ഫലപ്രാപ്തിയിലെത്തില്ല, ഇത് ആർക്കെതിരെയാണ് ഈ സമരം എന്നതിൻ്റെ പ്രസംഗത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ട്. അത് ആവർത്തിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ കഥ ആർക്കൊക്കെ അറിയാമായിരുന്നു. നമ്മൾ സിനിമ ടിക്കറ്റ് എടുത്ത് കയറിയപ്പോഴാണ് കണ്ടത്. ആർക്കൊക്കെ ഇതിൻ്റെ കഥ അറിയായിരുന്നു. ആ കഥ വരരുത് എന്ന ഉദ്ദേശത്തോടെ തടയാൻ വേണ്ടി ആയിരുന്നോ നിർമ്മാതാക്കളുടെ സംഘടനയുടെ സമരം? അവരെന്താ നേടിയ സമരത്തിൽ? ഈ മീഡിയക്കാരും നാട്ടുകാരും എല്ലാം മണ്ടന്മാരാണോ? ആ സമരത്തിൽ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയോ നിർമ്മാതാക്കളോ ഏത് നടൻ്റെ ശമ്പളം കുറച്ചു? അതായിരുന്നു ഒരു ഡിമാൻഡ്. ഏത് സംവിധായകൻ്റെ ശമ്പളം കുറച്ചു? ആ സമരം കൊണ്ട് എന്ത് നേടി? ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അത് പിൻവലിക്കുന്നു, ഖേദം പ്രകടിക്കും, മതിയോ? അതിനായിരുന്നോ സമരം? ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം, അത് അയാളെ കൊണ്ട് പിൻവലിപ്പിക്കണം, അതിനായിരുന്നോ സമരം? അതറിഞ്ഞില്ല കേട്ടോ. അതായത് മോഹൻലാൽ, പൃഥ്വിരാജ് ഇങ്ങനെയുള്ള ആരോട് എങ്കിലുമുള്ള വ്യക്തിപരമായ എന്തെങ്കിലും ദേഷ്യം അതൊക്കെ കാണും സിനിമയില്ലേ. ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് ഓർത്തോണം. ഇതിൽ വലിയ റിലേഷൻസ് ഒന്നുമില്ല, ആത്മാർത്ഥമായ സ്നേഹങ്ങളില്ല, സത്യസന്ധമായ ബന്ധങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ മോഹൻലാലിന് പണി കൊടുക്കാനാണോ, പൃഥ്വിരാജിന് പണി കൊടുക്കാനാണോ, ആന്റണി പെരുമ്പാവൂരിന് പണി കൊടുക്കാനാണോ, മുരളി ഗോപിക്ക് പണി കൊടുക്കാനാണോ ഒന്നും അറിയാൻ പറ്റില്ല. മുരളി ഗോപിന് അത്ര വലിയൊരു സ്റ്റാർ അല്ലാത്തതുകൊണ്ട് വലിയ ശല്യമില്ല. സിനിമയിൽ സ്ഥായിയായ ബന്ധങ്ങളില്ല എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അതേ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയുള്ള ശ്രീവിദ്യയുമായി താങ്കൾക്ക് വളരെ ഊഷ്മളമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അവരെ പോലെയുള്ള ഒരു നടിക്ക് ഒരു ബിഫിറ്റിംഗ് ട്രിബ്യൂട്ട്, ഒരു നല്ല മെമ്മോറിയൽ വേണമെന്ന് തോന്നിയിട്ടില്ലേ? അവർക്ക് ഒരു മെമ്മോറിയൽ വേണം. അവർ കേരളത്തിൽ ജീവിച്ചല്ലെങ്കിലും അവസാന കാലത്ത് അവർ കേരളത്തിലാണ് ജീവിച്ചത്. അവരുടെ സ്വത്തുക്കളെല്ലാം അവരുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേരിൽ അവർ ബിൽപത്രം എഴുതി വെച്ചിരിക്കുന്നു. അതിൽ ആർക്കും വ്യക്തികൾക്ക് സ്വത്തിൽ അവകാശമില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇൻകം ടാക്സ് കേസ്, ആ കേസിൻ്റെ പേരിൽ ഇവരെ സർവ്വ സ്വത്തുക്കളും മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം അവരുടെ മദ്രാസിലുള്ള ഒരു ഫ്ലാറ്റ് വിറ്റ് ഇൻകം ടാക്സുകാർ അവർക്ക് ആവശ്യമായ പൈസ എടുത്തതിന് ശേഷവും അത് റിലീസ് ചെയ്യാതെ ഇവരിത് ഹോൾഡ് ചെയ്യാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്തിനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. ഇത് വിട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഉത്തരവ് വരും. അത് അവരുടെ പണം അവർക്ക് അവരുടെ ഓർമ്മ നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട് വിൽപ്പത്രത്തിൽ. അത് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇത് അന്ന് മുതൽ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം നമ്മളിപ്പോൾ അത് വിട്ട് കിട്ടിയാൽ അതിനുള്ള നടപടി തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. കാരണം അതിനകത്ത് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, വെറുതെ അതിൻ്റെ പേരിൽ ഒരുപാട് ചീത്തപ്പേര് ഞാൻ കേട്ടാണ്. പക്ഷേ ആ വിൽപ്പത്രത്തിൽ എവിടെയും, ഞാൻ അതിൻ്റെ കോപ്പിയാണെങ്കിൽ തരാം, ആ വിൽപ്പത്രം രജിസ്റ്റേർഡ് വിൽപ്പത്രം, അതിലെവിടെയും ഗണേഷ് കുമാർ എന്ന വ്യക്തിക്ക് ഒരു ടേബിൾ സ്പൂൺ പോലും ഇല്ല, ഒരു മുട്ടസൂചി പോലും ഇല്ല എന്നത് എനിക്ക് അഭിമാനമുള്ള കാര്യമാണ്.
പക്ഷേ അവരുടെ അവസാന കാലഘട്ടങ്ങളിൽ അവർ വേദന അനുഭവിക്കുമ്പോൾ, അവർ വിഷമിക്കുമ്പോൾ അവരെ കൂടെ നിന്ന് അവരെ സഹായിക്കും. എൻ്റെ ആദ്യ സിനിമയിൽ അവരുണ്ട്. അന്നോട്ട് നല്ലൊരു സ്നേഹബന്ധം അവരുമായിട്ടുണ്ട്. അവരെന്നെ വിശ്വസിക്കുകയും അവരുടെ അവസാന കാലഘട്ടത്തിലെ രോഗചികിത്സയ്ക്കും എല്ലാ കാര്യങ്ങളും ഞാനാ കൂടെ നിന്ന്. അതിനെനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മൾ അത്രയും അവരെ പോലൊരു വ്യക്തി, ഒരു കലാകാരി നമ്മളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷം. ഈ അതുപോലെ തന്നെ നമ്മൾ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തെ മുഴുവൻ മീഡിയ പോലും ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഒരു സിനിമാ ലോകവും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. താങ്കൾ പാട്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയുടെ പറ്റിയുള്ള റിപ്പോർട്ട് താങ്കൾ ഇപ്പോൾ പാട്ടായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തു. ഈ റിപ്പോർട്ട് ഇതുവരെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇത് അറിയാനുള്ള ഒരു അവകാശം ഇല്ലേ കേരളത്തിലുള്ളവർക്കും മറ്റുള്ള പുറത്തുള്ളവർക്കും? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ മാഡം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഭാഗങ്ങൾ മാത്രമേ പുറത്തു വിടാവൂ. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയും ഇടപെടലുണ്ടായി. അതിൽ കോടതി പരിശോധിച്ചതിന് ശേഷം ആ പറഞ്ഞ ഭാഗങ്ങൾ പുറത്ത് വിടാൻ പറഞ്ഞു, അത് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇന്ത്യക്കുള്ളതാണ് പുറത്ത് വിടാൻ പറഞ്ഞ എല്ലാ പരാതികളിലും ഗവൺമെൻറ് കൃത്യമായി ഒരു സ്പെഷ്യൽ ടീം, ഒരു വനിതാ ഉദ്യോഗസ്ഥയെ തലപ്പത്ത് വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ആ ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായ വിവരങ്ങൾ കോടതി കൊടുക്കുകയും അതിൽ വന്ന കേസുകൾ രാഷ്ട്രീയപരമായിട്ടൊന്നും നോക്കാതെ എല്ലാ പരാതികളിലും കൃത്യമായ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. അതിൽ കൂടുതലാണ് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കി എല്ലാ റിപ്പോർട്ടുകളും ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ പ്രസൻറ്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർക്കല്ല, ഹൈക്കോടതിയിലേക്കാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളനുസരിച്ചുള്ള എല്ലാ നിയമങ്ങളെയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനകത്ത് ഞാൻ ഒരാളെ കുറ്റം നമ്മൾ തമ്മിൽ രഹസ്യമായിട്ട് പറയാം, അത് പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, എനിക്ക് വിരോധമുള്ള ഒരാളെ പറ്റി ഞാനൊരു കാര്യം പറയണം, അത് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല. കാരണം ആ മൊഴികൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് കൊടുത്തവരും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ടില്ല, മാധ്യമങ്ങളുടെ വായിച്ചുള്ള അറിവാണ്. അപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അനുസരിച്ച് സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സർക്കാരിനൊന്നും ഒളിച്ചു വയ്ക്കാനില്ല, സർക്കാരൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. സർക്കാർ കൃത്യമായ ഒരു വനിതാ ഓഫീസർ നേതൃത്വത്തിൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൃത്യമായി അന്വേഷണം നടത്തുകയും അതിൽ കുറ്റം പറഞ്ഞവരുടെ എല്ലാം തെളിവുകളോടുകൂടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അതിനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കമ്മീഷന് പോയി പോകുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തവരെ 10 കുറ്റം പറയുന്നു, അതെടുത്ത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല. അത് പാടില്ല. അതൊരു മനുഷ്യൻ്റെ അവകാശങ്ങളെ ലംഘിക്കുന്ന, ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുന്ന കാര്യമാണ്. അത് പറയാൻ പാടില്ല. അപ്പോൾ എനിക്കൊരാളെ പറ്റി വളരെ മോശമായിട്ട് ഒരു കമ്മീഷൻ മുമ്പിൽ പോയി വേണമെങ്കിൽ പറയാം, എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതെടുത്ത് ആ ആളിനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് അത് ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നതും ശരിയല്ല. നമുക്കെന്തിന്? ഓക്കെ, ഇനിയും ഈ സിനിമാ രംഗത്തേക്ക് എന്തിനെങ്കിലും ആയി തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? സിനിമ ഇപ്പോഴും അവനെ തിരിച്ചു പോകാനൊന്നും പോയില്ലല്ലോ. ഞാനിപ്പോഴും ഉണ്ട്. ഞാനിപ്പം നേരിൽ അഭിനയിച്ചു. ഇനിയിപ്പം ദൃശ്യം ഫുൾ ടൈം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു രാഷ്ട്രീയക്കാരനല്ലാതെ കിട്ടുമ്പോഴൊക്കെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. എനിക്ക് അഭിനയിക്കുക തന്നെ വേണം. കാരണം വെച്ചാൽ ഈ മന്ത്രിയും MLA തിരക്കിനൊക്കെ ഇടയിൽ ഒരു 5 ദിവസം 10 ദിവസം അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നമ്മളെ ക്രിയേറ്റിവിറ്റി കൂടണമെങ്കിൽ, നമ്മളൊരു പബ്ലിക് സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടണമെങ്കിൽ നമ്മൾ അഭിനയിക്കാൻ പോകണം. എല്ലാ രാഷ്ട്രീയക്കാരോടും എനിക്ക് പറയാനുള്ളത് എന്താ, പഴയ കാലത്തെ രാഷ്ട്രീയക്കാരല്ല, നമ്മൾ മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് സമ്പാദിക്കണം, ജനങ്ങൾക്ക് സർവീസ് ചെയ്യണം. അതാണ് എൻ്റെ പോളിസി. രാഷ്ട്രീയം എനിക്കൊരു സർവീസും, സിനിമ എൻ്റെ പ്രൊഫഷൻ തന്നെയാണ്. സിനിമ വിടുന്ന പ്രശ്നമേ ഇല്ല. നല്ല സിനിമയ്ക്ക് ഇപ്പോൾ വിളിച്ചാലും ഞാൻ പോകും. ദൃശ്യം 3 വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നെ ജിത്തു ജോസഫ് വിളിച്ചു, ഞാൻ അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി എന്നുള്ള നടൻ ഇപ്പോൾ രാഷ്ട്രീയക്കാരനായിട്ടാണ്, അദ്ദേഹം ഒരു സിനിമാ നടനായി തന്നെയാണോ നല്ലത് ആയിട്ട് തോന്നുന്നു? ഒരു പുറത്തുനിന്ന് അതിലൊന്നും അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. കാരണം എന്താ പറയുക, ഞാനും അദ്ദേഹം തമ്മിൽ എന്തോ ഒരു വലിയ വഴക്ക് കിടക്കുന്ന ഒരു ധാരണ സമൂഹത്തിലുള്ള സ്ഥിതിക്ക് അതിലൊന്നും അഭിപ്രായം പറയണം. ഒരാൾ സിനിമാ നടനായിരിക്കണോ രാഷ്ട്രീയക്കാരനാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അവരെ കാര്യം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എനിക്കിഷ്ടമാണ്, ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സമയം കിട്ടിയാൽ സിനിമ അഭിനയിക്കുന്ന വലിയ ആഗ്രഹമുണ്ട്. നല്ല വേഷങ്ങൾ തരണമെന്നാണ് എനിക്ക് നിർമ്മാതാക്കളോടും സംവിധായകരോട് പറയാനുള്ളത്. അല്ല വെറുതെ പോയി അഭിനയിക്കുന്നില്ല, നല്ല വേഷം തന്നാൽ അഭിനയിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു പണി ഈ സിനിമാ നടൻ്റെ പണി തന്നെയാണ്. എനിക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും പണി. ഞാനൊന്നും പോയില്ലല്ലോ. എനിക്ക് അഭിനയിക്കുക, അത് കാണുമ്പോൾ ജനങ്ങൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. അത് എനിക്കറിയാവുന്ന ജോലി അതല്ലേ. ഞാൻ 35 വർഷം ചെയ്ത ജോലിയാണ്, 30 വർഷത്തിലധികം ചെയ്ത ജോലിയാണ്. അപ്പോൾ അതെനിക്കറിയാം. അത് ഞാൻ തള്ളി പറയത്തില്ല. സിനിമയിൽ വലിയ സ്നേഹബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, പുതിയ തലമുറയുള്ളവർക്കും മനസ്സിലാവും, പഴയ തലമുറക്കും മനസ്സിലാവും. അതും കുറഞ്ഞു വരും. പണ്ടൊക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എല്ലാവരും അവരുടെ ലോകത്തേക്ക് നീങ്ങി.
ഓക്കെ, അപ്പം സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കുറേയേറെ അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, താങ്കൾ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.